എത്ര പേരുണ്ട്? യഹോവയെ അറിയുക എന്ന ഭാഗത്തേക്ക് നമുക്ക് ഒരുമിച്ച് കടക്കാം. ചില ചോദ്യങ്ങളോടും ഉത്തരങ്ങളോടൊക്കെയാണ് ബൈബിൾ നമ്മളെ സമീപിക്കുന്നത്. 3200-ലധികം ചോദ്യങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൽ തന്നിട്ടുണ്ട്. ഹൂ ഈസ് ജഹോവ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കാണാം, എടുക്കാം. ആവർത്തനം 33-27 വാക്യം വായിച്ചാട്ട്. ആവർത്തനം 33:27. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം. പുരാതനനായ ദൈവം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ? സിസ്റ്റർ ജോവാൻ ഒന്ന് സഹായിക്കാമോ? Please read in English. Deuteronomy chapter 33 verse 27. And he is ready. Deuteronomy chapter 33 verse 27. The eternal God is your refuge, and underneath are the everlasting arms. Eternal God. എൻ്റെ ദൈവം ആര് എന്ന വാക്ക് ഞാനത് പറയുമ്പോൾ ശ്രദ്ധിക്കുക. നിത്യ ദൈവമാണ് എൻ്റെ ദൈവം. ഞാനിത് പറയുമ്പോൾ വലിയ ആനന്ദത്തിലാണ് പറയുന്നത്. സാധാരണ കേൾക്കുന്നവർക്ക് അത് ആനന്ദമല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ പദത്തിൻ്റെ അകത്തേക്ക് കയറി അരമണിക്കൂറോളം അന്യഭാഷയിൽ പറഞ്ഞ ആളാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം, കേട്ടോളൂ. നിത്യത, നിത്യദൈവം, നിത്യരാജ്യം എന്നിങ്ങനെയുള്ള വിഷയം ഞാൻ വായിച്ച ഗ്രന്ഥങ്ങളിൽ, മതഗ്രന്ഥങ്ങളിൽ, ബൈബിളിൽ മാത്രമേ കണ്ടുള്ളൂ. ഒരു ആമേൻ പറയാൻ എത്ര പേർക്ക് പറ്റും? പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറയാണ്, നിത്യദൈവം എന്ന വിഷയം, ഇറ്റേണൽ ഗോഡ്, എവർലാസ്റ്റിംഗ് കിങ്ഡം എന്നീ കാര്യങ്ങൾ വ്യക്തമായി എഴുതിയിട്ടുള്ള ബൈബിളാണ്. വേറെ ഒറ്റ ഗ്രന്ഥങ്ങൾ എൻ്റെ വായനയിൽ കണ്ടില്ല. നിങ്ങളുടെ വായനയിൽ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല. അങ്ങനെയെങ്കിൽ നിത്യനായ ദൈവത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന 4 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് thou art God. നിത്യത മുതൽ നിത്യത വരെ ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അത് എൻ്റെ രക്ഷകനായ എൻ്റെ ദൈവമാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുള്ളവർ എത്ര പേരുണ്ട്? നിത്യത മുതൽ നിത്യത വരെ ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന് 4 സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുകയാണ് ബൈബിളിൽ. ആ ദൈവം എൻ്റെ ദൈവമാണെന്ന് പറയുന്നതിൽ അഭിമാനമുള്ളവർ എത്ര പേരുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. ആമേൻ. ആ വലിയ അറിവിലേക്ക് വരുന്നവർ എത്ര പേരുണ്ടോ അവരെല്ലാം കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് പറയാം. ആ നിത്യ ദൈവത്തെ ഒന്ന് കണ്ടുമുട്ടേണ്ടതിന് നിത്യതയിൽ നിന്ന് ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് എന്നെ തേടിയ എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ് എന്ന് പറയാൻ ഹൃദയമുള്ളവരെല്ലാം ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ആ നിത്യ ദൈവത്തെ കാണാൻ എൻ്റെ ദൈവം എനിക്കൊരു അവസരം തന്നല്ലോ. നമ്മളെ കൊണ്ടുപോയി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നാളെ മണ്ണിലേക്ക് ലയിക്കുന്നവരാണ്. തീർന്നു പോകുന്ന ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് തീരാത്ത ദൈവത്തെ പരിചയപ്പെടാനുള്ള അവസരം ക്രൂശിൽ ഒരുക്കി തന്നത്. ആ നന്ദിയാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ഉപവാസ പ്രാർത്ഥനയിൽ തീർന്നു പോകുന്ന ശരീരത്തിലിരിക്കുന്ന നമുക്ക് തീരാത്ത ദൈവത്തെ കാണാനായിട്ട് അവസരമൊരുക്കിയത് ക്രൂശ് വഴിയാണ്. അതിൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഞാൻ അതിൻ്റെ മുഖവരിയിലേക്ക് ഒന്നുകൂടെ ഇറങ്ങുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരണം. ശാലോം ബിബ്ലിക്കൽ സെമിനാരിയിൽ പഠിച്ചവർക്ക് ഒരു പക്ഷേ ഇതിനെ 2-3 പോയിന്റുകൾ അത് പുതുമയുള്ള പോയിന്റ് ആയിരിക്കില്ല, അവർക്ക് ആവർത്തനമായിരിക്കും. എന്നാൽ ഒരു വിഷയം തെളിയിക്കാൻ അത് കൊണ്ടുവന്നേ പറ്റൂ എന്നതാണ് സത്യം. എടുക്കാം നമുക്ക് എല്ലാവർക്കും. റോമാലേഖനം 14:16 ഇംഗ്ലീഷിൽ നമ്മുടെ ജോവാൻ ആൻറ്റി വായിക്കണം എന്ന് ഓർപ്പിക്കുന്നു.
11:25 വരെ ആൻറ്റി റെഡി ആയിട്ടിരുന്നോളൂ. പ്രൈസ് ദി ലോർഡ്. Romans 26. Romans 16:26. But now revealed and made known through the prophetic writings by the command of the eternal God, so that all Command nations might of the eternal God. പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ വെളിപ്പെടുത്തുന്ന പച്ച യാഥാർത്ഥ്യമാണ് നിത്യദൈവം എന്ന കാര്യം. ഞാനിത് പറയുമ്പോൾ ഒന്നുകൂടെ പറയുന്നു, നിത്യത മുതൽ നിത്യത വരെയുള്ള നിത്യദൈവമാണ്. നിത്യത വിട്ട് ചരിത്രത്തിൽ എന്നെ കാണാൻ ക്രൂശിലേക്ക് ഇറങ്ങി വന്നത്, അതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ആമേൻ. അത് ശരിയായ തെളിവുണ്ടോ ബൈബിളിൽ? ഉണ്ട്. എടുത്താട്ട് മീഖ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യവും നമ്മുടെ ജോവാൻ ആൻറ്റി വായിക്കും. മലയാളത്തിൽ അതില്ലാത്തതുകൊണ്ടാണ് ജോവാൻ ആൻറ്റി 11:25 വരെ റെഡി ആയിക്കോളാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മലയാളത്തിലുണ്ടെങ്കിൽ ഞാൻ മലയാളത്തിൽ വായിപ്പിച്ചേക്കാം. Chapter 5, Micah 5 verse 2. Micah chapter 5 verse 2. But you, Bethlehem Ephrathah, though you are small among the clans of Judah, out of you will come for me one who will be ruler over Israel, whose origins are of old, from ancient times. അവിടെ ഏൻഷ്യൻ്റ് ടൈം എന്നാണ് ആൻറ്റിയുടെ കയ്യിലിരിക്കുന്ന ട്രാൻസ്ലേഷൻ. KJVയിലും ASVയിലൊക്കെ ഫ്രം എവർലാസ്റ്റിംഗ് എന്നാണ്. എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഏൻഷ്യൻ്റ് എന്നുള്ള തർജ്ജമയല്ല, എവർലാസ്റ്റിംഗ് എന്ന വാക്കാണ്. ആമേൻ. ഉലാം എന്ന പദത്തിന് ഏൻഷ്യൻ്റ് എന്നല്ല അർത്ഥമുള്ളത്, എവർലാസ്റ്റിംഗ് എന്നാണ്. അതുകൊണ്ട് ഒറിജിനൽ തർജ്ജമ അനുസരിച്ച് നിത്യതയിൽ നിന്ന് പുറപ്പെട്ടു വന്നവനാണ് ബെത്ലഹേമിൽ ജാതനായവൻ എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ഒരു ആമേൻ പറയാൻ നമുക്കല്ലേ. നിത്യതയിൽ നിന്ന് പുറപ്പെട്ട് ബെത്ലഹേമിൽ ജനിച്ച എൻ്റെ കർത്താവാണ് ക്രിസ്മസിൽ പ്രസംഗിക്കപ്പെടേണ്ടത്. ആമേൻ. ഇന്ന് ആണ്ടവസാനത്തിലേക്ക് കാല് വയ്ക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു, നിത്യതയിൽ നിന്ന് ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരു പുൽത്തൊഴുത്ത് സ്വീകരിച്ച കർത്താവാണ് എന്നെ സന്ദർശിക്കാൻ വന്നതെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ പറയാം, തീരാത്ത ദൈവം തീരുന്ന എന്നെ കാണാൻ ഇറങ്ങി വന്ന ദിവസമാകിയാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇനിയാണ് എൻ്റെ ഒരു ചോദ്യം. തീരാത്ത ദൈവം തീരാത്ത നാട്ടിൽ നിന്ന്, തീരാത്ത ലോകത്തിൽ നിന്ന്, അക്ഷയ ലോകത്തിൽ നിന്ന് ക്ഷയിക്കുന്ന ലോകത്തിലേക്ക് ക്ഷയിക്കുന്ന മനുഷ്യനെ കാണാൻ ക്ഷയിക്കാത്ത ശരീരം സ്വീകരിച്ച കരുത്തനായ ക്രിസ്തുവാണ് എൻ്റെ ദൈവം. ആ യാഥാർത്ഥ്യം അറിയുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ ജെസിൻ ആൻറ്റി വളരെ പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുക. കേരളത്തിലിരുന്ന്, കർത്താവെ എൻ്റെ ഹസ്ബൻഡ് ദൂരത്തിലാണ്, പാവം ഭക്ഷണം വയ്ക്കാൻ പോലും ആരുമില്ല, ഇനി ക്ഷയിച്ച് ക്ഷീണിച്ച് വേണ്ടല്ലോ ഞാൻ കാണേണ്ടി വരിക എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തീരെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സ്ഥിതി, പാവം ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. ഇന്ന് ഓർത്തിട്ട് കർത്താവെ അതിനുള്ള സംവിധാനമൊക്കെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ക്ഷയിക്കുന്നത് ശരിയാക്കി കൊടുക്കണം എന്നാണ് ജെസിനാൻറ്റി പ്രാർത്ഥിക്കുന്നത്. ക്ഷയിക്കുന്നത് ശരിയാക്കി കൊടുക്കാൻ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? അതേസമയം ജെസിനാൻറ്റി കുറച്ചുകൂടി ഉയർത്ത് പ്രാർത്ഥിച്ചു. അത് വേണമെന്നാലും ആ പ്രാർത്ഥന വേണ്ടാന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. എന്നാൽ അല്പം കൂടി ഉയർത്ത് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ ഹസ്ബൻഡ് ക്ഷയിക്കാത്ത നിത്യനായ ദൈവത്തിൻ്റെ വലിയ സൗന്ദര്യം എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊന്ന് കാണുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചാൽ ആദ്യം പ്രാർത്ഥിച്ച കാര്യം ക്ലിയറായി നടക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം ഏറ്റവും വലിയത് നിറവേറുകയും ചെയ്യും. ഉപവാസ പ്രാർത്ഥനയിൽ രണ്ടാമത്തെ തത്വത്തിലേക്ക് കയറി വരാൻ ആര് തയ്യാറാകുന്നുണ്ടോ, അതാണ് മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ വഴികളെല്ലാം തുറക്കുമെന്ന് ഉറപ്പുള്ളവർ കൈയൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചിട്ടുണ്ട്. ഉപവാസ പ്രാർത്ഥനയിൽ തീരുന്ന കാര്യങ്ങൾ തീരാതിരിക്കാൻ
പ്രൈസ് ദി ലോർഡ്. ഇതാ പൈപ്പ് ഓൺ ചെയ്യാനാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞ വാചകം ഒന്നുകൂടെ പറയാം. തീരുന്ന രാജ്യത്തിൽ പ്രൈസ് ദി ലോർഡ് തീരാതിരിക്കാൻ വേണ്ടി ഇതാ പൈപ്പ് ഒന്ന് ഓൺ ചെയ്യണം കർത്താവേ എന്നാ. ഒന്ന് ഓൺ ചെയ്യണം കർത്താവേ പൈപ്പ്. അത് 1 ഇഞ്ച് പൈപ്പ് പോരാ, 2 ഇഞ്ച് പോരാ കർത്താവേ, ഒരു 10 ഇഞ്ച് പൈപ്പ് ഓൺ ചെയ്യണമേ. ഗ്ലോറി ഗ്ലോറി. 22ലേക്ക് കയറുമ്പോൾ അത് 22 ഇഞ്ച് വലുപ്പമുള്ള പൈപ്പാകണമേ എന്നാണ് പലരും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എൻ്റെ മണവാളിൻ്റെ സൗന്ദര്യം കണ്ട് അവനിൽ ഞാൻ ആനന്ദിക്കാൻ തുടങ്ങിയാൽ, അവനിൽ ഞാൻ ലയിക്കാൻ തുടങ്ങിയാൽ, അവൻ ഈ പൈപ്പാണോ എനിക്ക് തുറന്നു വയ്ക്കുക. ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥന ചുരുങ്ങിപ്പോകുന്നു എന്ന കാര്യം എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ അല്പം കൂടെ നിങ്ങൾ അതിലേക്കൊന്ന് ഇറക്കുകയാണ്. എൻ്റെ കൂടെ വരിക. നമുക്ക് ദൈവത്തെ ഒന്ന് അറിയണം, യഹോവയെ ഒന്ന് അറിയണം. വേണ്ടേ? 145 സങ്കീർത്തനം 12-13 വാക്യം വായിക്കാം. 145 സങ്കീർത്തനം 12-13 മലയാളം വായിച്ചാൽ മതി. 2 പത്രോസ് 1-ാം അധ്യായം എടുക്കൂ, അതും നമുക്ക് വായിക്കണം. 145 സങ്കീർത്തനം 12-13 വാക്യങ്ങൾ. അവർ നിന്റെ രാജ്യത്വത്തിന്റെ മഹത്വം പ്രസിദ്ധമാക്കി നിന്റെ ശക്തിയെ കുറിച്ച് സംസാരിക്കും. നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. ഒരു ആമേൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? എൻ്റെ ദൈവത്തിൻ്റെ അസ്തിത്വം നിത്യമായിരിക്കുന്നത് പോലെ തന്നെ എൻ്റെ ദൈവത്തിൻ്റെ രാജ്യവും നിത്യമാണ്. ഇവിടെ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് ഉപവാസ പ്രാർത്ഥനയിൽ അടുത്ത സ്റ്റെപ്പ് ഒന്ന് വയ്ക്കാൻ പോവുകയാണ്. നമ്മൾ ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവ് ഒന്ന് വിചാരിക്കുക, ആമേ നാളെ ഉപവാസം തീരുകയല്ലേ എറിഞ്ചി പാസ്? നാളെയാണ്, ഇന്നാണ് ഉപവാസം തീരുന്നത്. ഇന്ന് നാളെ തീരുകയാണ്. ഓക്കെ, അപ്പം നാളെ തീരുകയാണെങ്കിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ആ തീരുന്ന സമയത്ത് കർത്തൃമേശ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഫ്രൈസ് കാഹളം കേൾക്കുന്നു, ഗംഭീരനാദം, കെലിസ്മാറ്റ് കേൾക്കുന്നു. ബൈബിൾ ഒരു സ്ഥലത്ത് മാത്രം എഴുതിയിരിക്കുന്ന വാക്കാണ്, അതിന് വലിയ അർത്ഥത്തിലേക്ക് ഇപ്പം കിടക്കുന്നില്ല. അത് കേൾക്കുന്ന രാത്രിയാണ് നാളെ എന്ന് വിചാരിക്കുക. മസ്കറ്റിൽ നിന്ന് നിങ്ങളും തൃശ്ശൂരിൽ നിന്ന് ഞാനും ഒറ്റ പോക്കാണ്. അപ്പം ഈ തീരാത്ത സ്ഥലത്ത് ചെല്ലേണ്ട ആളുകൾ തീരുന്ന കാര്യങ്ങൾക്ക് കർത്താവെ വലിയ പൈപ്പ് ഒന്ന് ഫിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞ് 22-ന് വേണ്ടി കാത്തിരുന്നാൽ വലിയ പൈപ്പ് കാണാൻ പറ്റില്ല, അതിലൂടെ ഒഴുകി വരുന്ന കാണാൻ പറ്റില്ല. പകരം നിത്യനായ ദൈവത്തിൻ്റെ ഭംഗിയും നിത്യരാജ്യത്തിൻ്റെ അക്ഷയതയും കാണാൻ പറ്റും. എത്ര പേർക്കൊരു ഹല്ലേലൂയ പറയാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ 3 ഗേറ്റുകളാണ്. അതിലൊരു ഗേറ്റിൻ്റെ മുമ്പിൽ ഒരു തള്ള വന്ന് അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബഹളമാണ്. ഈ ബഹളം കേട്ടിട്ട് ഇതാ രാജാവ് മുകളിൽ നിന്ന് നോക്കി. രാജാവ് മന്ത്രിയെ വിട്ട് എന്താ അവിടെ ബഹളം അന്വേഷിക്കാൻ പറഞ്ഞു. ഒരു തള്ള അവിടെ വന്നിട്ടുണ്ട്, രാജാവിനെ നേരിട്ട് കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പൺ ദി ഗേറ്റ്സ്. 3 ഗേറ്റിൽ സെൻട്രൽ ഗേറ്റ് രാജാവിൻ്റെ കുടുംബത്തിനുള്ളതാണ്, വലത്തെ ഗേറ്റ് ഉദ്യോഗസ്ഥന്മാർക്കുള്ളതാണ്, ഇടത്തെ ഗേറ്റ് പ്രജകൾക്കുള്ളതാണ്. പട്ടാളക്കാർ 3 ഗേറ്റിലുണ്ട്. മന്ത്രി വേഗം ചെന്ന് ഓപ്പൺ ദി ഗേറ്റ്സ് എന്ന് പറഞ്ഞ് 2 പട്ടാളക്കാരോട് പറഞ്ഞു ആ അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. അമ്മ ഇതാ കൊട്ടാരത്തിൻ്റെ അവിടെ വന്നപ്പോൾ അലക്സാണ്ടർ ചോദിച്ചു, എന്താ അമ്മ വന്നത്? എൻ്റെ മകളുടെ കല്യാണമാണ് അടുത്ത ദിവസം. ആ കല്യാണത്തിന് 28 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ഉള്ളത് വിറ്റ് പൈസ മുഴുവൻ ഉപയോഗിച്ച് എൻ്റെ മകൾക്ക് സ്വർണം വാങ്ങിച്ചു. കുറച്ച് പൈസ ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പൈസ എനിക്ക് ജീവിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാൽ അവൾക്ക് വേണ്ടി മാറ്റിവെച്ച സ്വർണവും പൈസയും കള്ളൻ വന്ന് കൊണ്ടുപോയി. ഇനി രാജാവ് അത് തരണമെന്ന്. കള്ളം കട്ടത് രാജാവ് തരണമെന്നാണ് പറയുന്നത്. ഈ ചോദ്യത്തിന് മുമ്പിൽ, ഈ അപേക്ഷയുടെ മുമ്പിൽ രാജാവ് പറഞ്ഞത്, മന്ത്രിയോട് പറഞ്ഞത്, എൻ്റെ ഇന്ന റൂമിലെ 2ാമത്തെ ഗോൾഡൻ ബോക്സ് കൊണ്ടുവരാനാണ് പറഞ്ഞു. കൊണ്ടുവന്നു. അമ്മച്ചിയോട് നാടൻ ഭാഷ പറഞ്ഞാൽ ആ 2ാം കൊണ്ട് ഇങ്ങോട്ട് വിരിക്കാൻ പറഞ്ഞു. ഒരു കൈക്കുത്ത് ബിസ്ക്കറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് അല്ല കേട്ടോ, പ്രൈസ് ദി ലോർഡ്, ഗോൾഡൻ ബിസ്ക്കറ്റാണ് ഇട്ട് കൊടുത്തത്. ഇത് കണ്ടപ്പോൾ മന്ത്രിക്ക് സഹിക്കാൻ വയ്യ. മന്ത്രി പറഞ്ഞു, ഒരു കൊച്ചിൻ്റെ കല്യാണമേ ഉള്ളൂ. ആമേൻ രാജാവേ, ഇത് തന്നെ അധികമല്ലേ?
അത്രയും പറഞ്ഞപ്പോൾ രണ്ടാമത്തെ കൈക്കുത്ത് ഇതാ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു. ഒരു മിനിറ്റ് നിങ്ങൾ എൻ്റെ കൂടെ വരിക. മന്ത്രി അതിശയിച്ചു പോയി. അമ്മയോട് പറഞ്ഞു പൊക്കോളാൻ. രാജാവിനോട് മന്ത്രി ചോദിച്ചു, ഒരു കൈക്കുത്ത് സ്വർണം തന്നെ ഇട്ട് കൊടുത്താൽ ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ എന്തിന് 2 കുത്ത് ഇട്ട് കൊടുത്തത്? ആ തള്ളയുടെ അപേക്ഷയ്ക്ക് ഉത്തരം പറയാനിരിക്കുന്നവനല്ല ഞാൻ. ആ തള്ളയുടെ അപേക്ഷയ്ക്ക് ഉത്തരം പറയാനിരിക്കുന്നവനല്ല ഞാൻ. പരാതിക്ക് മറുപടി കൊടുക്കാനിരിക്കുന്നവനല്ല ഞാൻ. മറുപടി കൊടുക്കുന്നത് എൻ്റെ മഹിമയുടെ വലുപ്പത്തിലാണ്. ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുന്നവരോട് ഞാൻ ഉറക്കെ പറയട്ടെ, ദൈവത്തിൻ്റെ മഹിമയുടെ വലുപ്പത്തിൽ ഒരുത്തരം എനിക്ക് വേണം എന്ന ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വലുപ്പത്തിൽ ഒരുത്തരം എനിക്ക് ലഭിക്കണമെന്ന് താല്പര്യമുള്ളവർ എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ, ഉറബലാസിയാരക്ഷി ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്, കർത്താവേ അങ്ങയുടെ മഹത്വത്തിൻ്റെ വലുപ്പത്തിൽ ഒരു ഉത്തരം എനിക്ക് ലഭിക്കണമെന്ന് താല്പര്യമുള്ളവർ. അതുകൊണ്ടാണ് ചോദിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ അധികമായി അത്യന്തം ശക്തി പകരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത്യന്തം ശക്തി പകർന്ന് നമുക്ക് മറുപടി തരുന്ന ദൈവമാണ് എഫെസ്യർ 3 കാണുന്നത്. എങ്കിൽ ഇന്ന് രാത്രി ആ വലിയ ദൈവത്തെ ഒന്ന് കണ്ടുമുട്ടാൻ താല്പര്യമുള്ളവർ കൈകളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, ദൈവമേ ഞങ്ങൾക്ക് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ലഭിക്കാൻ പോകുന്ന ഉത്തരം എൻ്റെ പരാധീനതയ്ക്കനുസരിച്ചല്ല, രാജാവിൻ്റെ പ്രതാപത്തിനനുസരിച്ചാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹാരാജാവിൻ്റെ പ്രതാപത്തിനനുസരിച്ച് വലിയൊരു ഉത്തരം എനിക്ക് ലഭിക്കുമെന്ന് ഉറപ്പുള്ളവർ എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട് ശക്തമായി ദൈവത്തോട് പറയാം, നാഥ അങ്ങയുടെ പ്രതാപത്തിനനുസരിച്ചുള്ള മഹിമയേറിയ ഉത്തരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് ആ വലുപ്പത്തിൽ ഞങ്ങൾ ഇരിക്കുകയാണ്, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ ചിന്തയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഞാൻ ബൈബിളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ നിത്യരാജ്യത്തിൻ്റെ നിത്യരാജാവായ നിത്യ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആമേൻ. നിത്യരാജ്യത്തിൻ്റെ നിത്യദൈവമായ നിത്യരാജാവിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് രണ്ടാമത് എടുത്ത് പറയട്ടെ. ഈ അറിവിൽ വന്നവർ എത്ര പേരുണ്ട്? തീർന്നു പോകുന്ന ബിംബങ്ങളോടോ വസ്തുക്കളോടോ അല്ല, തീരാത്ത ക്രിസ്തുവിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നുള്ള ഉത്തമ അറിവുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് നമുക്ക് ഓടി ഒന്ന് കടക്കണം. പത്രോസിൻ്റെ ലേഖനം 2-ാം ലേഖനം 1:11 കൂടെ ചേർത്ത് വായിച്ചിട്ട് വേണം രണ്ടാം ഭാഗത്തേക്ക് എനിക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ. വായിക്കാം. 2 പത്രോസ് 1:11. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള. ആമേൻ. അപ്പൊ നിത്യരാജ്യം ഒന്നേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ, രാജാവ് ഒന്നേ ഉള്ളൂ. ആ രാജാവ് യഹോവയായ ക്രിസ്തുവാണ് എന്ന വലിയ അറിവിലേക്ക് നമ്മൾ ഇന്ന് രാത്രി കയറി വരികയാണ്. ആമേൻ. ആ നിത്യരാജ്യം ഒന്നേ ഉള്ളൂ. ആ നിത്യരാജ്യത്തിൽ ഒരു രാജാവേ ഉള്ളൂ. 2 രാജാക്കന്മാർ ബൈബിളിൽ കണ്ടിട്ടില്ല. രാജാവ് ഒന്നേ ഉള്ളൂ. ആ രാജാവ് യേശു ക്രിസ്തു ആകയാൽ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഞാനൊരു മറുപടി ഇപ്പം പറയാം, നിങ്ങൾ കേട്ടോളൂ. നമ്മുടെ ടോണി പാസ്റ്റർ ഫ്രിസ്കോ UNOയുടെ ജനറൽ സെക്രട്ടറിയായി ഇരിക്കുകയാണ് ഇപ്പോൾ എന്ന് വിചാരിക്കുക. ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയില്ലേ, ഒരു വലിയ ഉദ്യോഗ ലെവലിലല്ലേ ഇരിക്കുന്നത്. ഈ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഷിൻജു ആൻ്റിയുടെ മുഖത്ത് ഒരു സൂര്യൻ ഇപ്പോൾ ഉദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വലിയൊരു സൂര്യൻ ഉദിച്ചു. കാരണം അത്ര ഔന്നത്യത്തിലാണ് സ്വന്തം ഹസ്ബൻഡ് ലോകം മുഴുവൻ അറിയുന്ന ഔന്നത്യത്തിലായിരിക്കുന്നത്. 195 രാജ്യങ്ങൾ മണത്തറിയുന്ന വലിയ മനുഷ്യൻ, കനത്ത മനുഷ്യൻ, 239 രാഷ്ട്രങ്ങൾ വായിച്ചറിയുന്ന സൂപ്പർ സ്റ്റാറാണ് ടോണി ഡേവിഡ് എന്ന് പറഞ്ഞ പാസ്റ്റർ. ഇത് പറയുമ്പോൾ ഇത്രയും വലിയ മഹിമ നമ്മുടെ ഷിൻജു ടീച്ചർ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിത്യരാജ്യത്തിൻ്റെ നിത്യനായ ദൈവമായ നിത്യരാജാവായ ക്രിസ്തുവാണ് എൻ്റെ നിയുക്ത മണവാളൻ എന്ന ഒരു വലിയ അറിവിലേക്ക് വന്നാൽ പാപ്പരത്വം പറയാൻ നമ്മൾ തയ്യാറല്ല.
നമ്മുടെ പ്രാർത്ഥനയിൽ ഉയർന്നു ചിന്തിക്കാൻ നമ്മൾ തയ്യാറാകുമെന്നുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രാർത്ഥനയിൽ ഏതെങ്കിലും രക്ഷിക്കപ്പെടാത്തവൻ ഒരുവൻ വന്നാൽ അവൻ മനസ്സിലാക്കണം, ദരിദ്രവാസിയോടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആമേൻ. ഞാൻ പ്രാർത്ഥിക്കുന്നത് നിത്യ ദൈവത്തോടാണ്, നിത്യരാജ്യത്തിൻ്റെ നിത്യരാജാവിനോടാണ്, ആ പ്രതാപമുള്ളവനോടാണ് പ്രാർത്ഥിക്കുന്നത്. അവൻ അത് അറിയണം എന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ആമേൻ. പലപ്പോഴും നമ്മുടെ മീറ്റിങ്ങിൽ വന്നാൽ പലർക്കും അത് അറിയാൻ കഴിയുന്നില്ല. അതാണ് സത്യം. ആമേൻ. ഞാനിവിടെ ചെർച്ചിയമ്മയുടെ കഥ ഒരിക്കൽ പറഞ്ഞല്ലോ. ചെർച്ചിയമ്മായി സാക്ഷി പറയുമ്പോൾ പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ പൈപ്പായിരിക്കാൻ എനിക്കിടയായതിൽ സന്തോഷം. പൈപ്പ്. ഞാൻ ചെർച്ചിയമ്മയോട് ചോദിച്ചു, എന്താ ഈ പൈപ്പ്? എടാ ചെറുക്ക, കർത്താവിൻ്റെ കാന്ത. അപ്പോഴെനിക്ക് മനസ്സിലായത്, ഞങ്ങളുടെ ചർച്ചിൽ ഒരു ദൈവദാസൻ വന്നപ്പോൾ നമ്മൾ കർത്താവിൻ്റെ വൈഫാണെന്ന് പറഞ്ഞു. അമ്മായിക്ക് അത് വൈഫ് എന്നുള്ളത് പൈപ്പ് എന്നാണ് തിരിഞ്ഞത്. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും അമ്മായി പൈപ്പ് എന്നാണ് സാക്ഷ്യം പറയുന്നത്. എങ്കിലും അമ്മായിയുടെ അകത്ത് ഒരു പൈപ്പുണ്ട്. ആ പൈപ്പ് നമ്മുടെ കർത്താവിനെ മണവാട്ടി എന്ന വലുപ്പത്തിലാണ്. 2ാം ക്ലാസ് പോലും പഠിക്കാത്ത, മലയാളം വായിക്കാൻ അറിയാത്ത അമ്മായിക്കറിയാം കർത്താവിൻ്റെ വൈഫാണ് ഞാൻ എന്ന വിവരം. ഈ ഒരു വലിയ അറിവിൽ നമ്മുടെ പ്രാർത്ഥന ഒന്ന് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞ ആ തട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ പ്ലാറ്റ്ഫോം നിങ്ങൾ ഗ്രഹിച്ചു എന്ന് വിചാരിക്കുന്നു. ആ ഉയർന്ന തോതിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമുക്ക് ഇനി പ്രാർത്ഥിക്കാം നമ്മുടെ പുതിയ നിയമത്തിലെ പ്രാർത്ഥനകളെ പോലെ. പുതിയ നിയമത്തിലെ പ്രാർത്ഥനകൾ നിങ്ങൾ പഠിക്കണം. പൗലോസിൻ്റെ പ്രാർത്ഥനകൾ, പത്രോസിൻ്റേത്, ക്രിസ്തുവിൻ്റേത്. ആ പ്രാർത്ഥനകളിലെ തിളങ്ങി നിൽക്കുന്ന പ്രാർത്ഥനയുടെ മഹിമ നമ്മുടെ പ്രാർത്ഥനയിൽ വരണമെന്ന് താല്പര്യമുള്ളവരെല്ലാം ഒന്നിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ തന്നെ അറിയട്ടെ, ഞങ്ങളുടെ ദൈവം മഹാരാജാവും നിത്യരാജാവുമാണ്. ഞാൻ അടുത്ത ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. പ്രൈസ് ഗോഡ്. നമുക്ക് എല്ലാവർക്കും അടുത്ത ഭാഗത്തേക്ക് ഒന്ന് കയറാം. എല്ലാവരും ഒന്ന് എടുത്താട്ടെ. ഹല്ലേലൂയ. യഹോവ ആര് എന്ന ചോദ്യത്തിൻ്റെ മറുപടി വേഗം നമുക്ക് വായിക്കാം. ആവർത്തനം 10:17 ലോർഡ് ഓഫ് ലോർഡ്സ്. ഞാൻ വായിപ്പിക്കുന്നില്ല. കർത്താതി കർത്താവാണ്. അതേ കാര്യം തന്നെ വെളിപ്പാട് 17:14 പറയുന്നു. യേശു ക്രിസ്തു കർത്താതി കർത്താവാണ്. ആമേൻ. അപ്പം ഇതിൽ നിന്ന് വലിയൊരു അറിവ് നമുക്ക് കിട്ടി. പഴയ നിയമത്തിൽ പറയുന്ന യഹോവയായ രാജാവ്, നിത്യനായ യഹോവ, നിത്യരാജ്യമുള്ള യഹോവ എൻ്റെ കർത്താവായ യേശുവാണ് എന്നതിൽ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ആമേൻ. ആ യഹോവ എൻ്റെ യേശുവാണെന്ന് പറയുന്നതിൽ ആനന്ദമുള്ളവരെല്ലാം ഒരു ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് എഴുതണേ. എഴുതുമ്പോൾ കരം ഉയർത്താൻ പറ്റുമെങ്കിൽ ഉയർത്തുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹല്ലേലൂയ പറയണം. സാക്ഷാൽ യഹോവയാണ് എൻ്റെ യേശു എന്നതിൽ ഞാൻ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിന് ഒരു തെളിവ് കൂടെ പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. എല്ലാവരും ഇനി ഒന്ന് എടുത്താട്ടെ. പ്രൈസ് ഗോഡ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് ഒന്നിച്ചൊന്ന് കിടക്കാം. യെശയ്യാവ് 6:5 കൃത്യമായി എഴുതിയിരിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവയായ ഇസ്രായേലിൻ്റെ രാജാവ്. സൈന്യങ്ങളുടെ യഹോവയായ ഇസ്രായേലിൻ്റെ രാജാവ്. 44:6 ആ കാര്യം വായിക്കാം. വായിച്ചാട്ടെ. 44:6 വാക്യം മലയാളത്തിൽ വായിക്കാം. യെശയ്യാ 44:6. അതെ. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു. ആരാണ് ഈ ഞാൻ ആദ്യനും അന്ത്യനുമായ ഇസ്രായേലിന്റെ രാജാവായ യഹോവ? നമുക്കൊന്നെടുക്കാം. എടുത്താട്ടെ. യഹൂദയുടെ സുവിശേഷം 1-ാം അധ്യായം 49-ാം വാക്യം, മത്തായി 27:11, വെളിപ്പാട് 1:17. ഈ 3 വാക്യങ്ങൾ നമുക്കൊന്ന് എഴുതി വെച്ചിട്ട് വായിക്കാം. യോഹന്നാൻ 1:49. നഥനയേൽ അവനോട്, റബ്ബി, ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ്. ഒരു ആമേൻ പറയാൻ എത്ര പേർക്ക് പറ്റും? യേശുവിന്റെ മുഖത്ത് നോക്കി നഥനയേൽ പറയാ, നീയാണ് ഇസ്രായേലിന്റെ രാജാവ്. കർത്താവ് സംബന്ധിച്ചോ? വായിക്കാം. മത്തായി 27:11. റോമൻ ഗവർണറുടെ മുമ്പിൽ
ഗവർണർ ചോദിച്ച ചോദ്യത്തിന് കർത്താവ് പറയുന്ന മറുപടി കേട്ടോളൂ. വായിക്കാം. മത്തായി 27:11. എന്നാൽ യേശു നാടുവാഴിയുടെ മുൻപാകെ നിന്നു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു. അടുത്തത്, ആകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു. ഒരു ആമേൻ പറയാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ ഈ പറയുന്നതിന്റെ ഒടുക്കം വരെ നിങ്ങൾ സഹിച്ചിരുന്നെങ്കിലേ വലിയൊരു ദൂതിലേക്ക് നിങ്ങൾ എത്തുക. പ്രൈസ് ദി ലോർഡ്. അല്പം കഴിയുമ്പോൾ നിങ്ങൾക്ക് നാടൻ മനസ്സിലാകും. ഒന്നുകൂടെ ഞാൻ പറയാം. യേശു ക്രിസ്തുവാണ് സൈന്യങ്ങളുടെ യഹോവയായ ഇസ്രായേലിന്റെ രാജാവ്. വെളിപ്പാട് 1:17 വായിക്കുമ്പോൾ ഞാൻ ആദ്യനും അന്ത്യനും എന്ന് പറഞ്ഞത് യേശുവാണ്. അങ്ങനെയെങ്കിൽ ആദ്യനും അന്ത്യനുമായ നിത്യനായ നിത്യരാജ്യത്തിന്റെ രാജാവായ യഹോവയായ ഇസ്രായേലിന്റെ രാജാവായ ഒരേ ഒരു രാജാവേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകിയാൽ അവനെക്കുറിച്ച് അറിയും തോറും അനുഗ്രഹവും സന്തോഷവും വലുതാണ് എന്ന് സന്തോഷമുള്ളവർ പറയാൻ പറ്റുമോ? ഇത് ഒരു ഭാഗമേ നമ്മളിവിടെ എത്തിയിട്ടുള്ളൂ. എടുക്കാം നമുക്ക്. യിരെമ്യാവിന്റെ പുസ്തകം ഒന്നെടുത്താട്ടെ. 10-ാമത്തെ അധ്യായം 7-ാം വാക്യം ഒന്ന് വായിക്കാം. യിരെമ്യാ 10:7. യിരെമ്യാ 10:7. ജാതികളുടെ രാജാവേ, നിന്നെ ആർ ഭയപ്പെടാതിരിക്കും? യഹോവ ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അവിടെയുണ്ട്. നിങ്ങൾ വിശദമായി പഠിച്ചോളണം. ജാതികളുടെ രാജാവാണ്. ആമേൻ. ജാതികളുടെ രാജാവാണ്. വെളിപ്പാട് 15:3 പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവും ജാതികളുടെ രാജാവാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ ഒരു പോയിന്റിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ പഠനം തുടങ്ങുന്നത്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എന്നെ UK പ്രസംഗത്തിന് വിടാനുള്ള മട്ടില്ല. കോശി പാസ്റ്ററൊക്കെ അതുപോലെയാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. ആമേൻ. ഞാൻ ഒന്ന് തിടുക്കത്തിൽ പോവുകയാണ് ഒരു കാര്യം പറഞ്ഞുകൊണ്ട്. ശ്രദ്ധിക്കും. യേശു ക്രിസ്തുവാണ് നിത്യനായ ദൈവം, നിത്യനായ രാജാവ്, നിത്യരാജ്യമുള്ളവൻ, യഹോവയായ രാജാവ്, സൈന്യങ്ങളുടെ യഹോവയായ രാജാവ്, ഇസ്രായേലിൻ്റെ രാജാവ്, ഞാൻ ആദ്യനും അന്ത്യനുമായ രാജാവ്. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ ആവശ്യക്കാർ നോട്ട് ചെയ്യും. യേശു ക്രിസ്തുവാണ് നിത്യനായ ദൈവം, നിത്യരാജ്യത്വമുള്ളവൻ, നിത്യരാജാവ്, യഹോവയായ ദൈവം, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം, ആദ്യനും അന്ത്യനുമായ ദൈവം. ഇതൊന്ന് എഴുതി വെക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മാത്യൂസ് ബ്രദറൊക്കെ എഴുതിയെടുക്കുന്നുണ്ട് നന്നായിട്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ കട്ടിലിൻ്റെ നേരെ ചുമരിൽ അത് എഴുതി കൊടുത്തിടണം. എഴുന്നേൽക്കുമ്പോൾ തന്നെ മണവാളനെ കുറിച്ചുള്ള ഭംഗി കണ്ടുകൊണ്ട് ഒന്ന് എഴുന്നേൽക്കണം. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. ഉത്സാഹത്തോടെ നമ്മുടെ കർത്താവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇതൊന്ന് പറയാമോ ടോണി പാസ്റ്റർ? ഇത്രയും നമ്മൾ പറഞ്ഞത് എല്ലാവരും ഒന്ന് വായിച്ച് ഒരുമിച്ച്. കർത്താവായ യേശു ക്രിസ്തു നിത്യനായ ദൈവം, നിത്യരാജത്വമുള്ള ദൈവം, രാജാവ്, നിത്യരാജാവ്, യഹോവയായ ദൈവം, സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ്, രാജാവ്, ബിഗിനിങ് ആൻഡ് ആദ്യവും അന്ത്യവും, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആണ് കർത്താവ്. ഇനിയാണ് എൻ്റെ ചോദ്യം. എല്ലാവരും ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുക. ഞാൻ സജിയുടെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കരുത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഉള്ളതുകൊണ്ടാണ് സജിയുടെ പേര് പറയുന്നത്. ആരുടെ പേര് പറയാൻ സന്തോഷമേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. നമ്മുടെ നിഖിൽ പാസ്റ്റർ ഇതാ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് വർക്ക് ഒന്നുകൂടി ഉഷാറായിരിക്കുക. ഇപ്പം 2 പേര് ഉണ്ട്. അന്ന് 2 പേരുണ്ടായിരുന്നു, ഇപ്പം 3 പേരായി അല്ലേ? അമ്മയും കൂടെ ഉണ്ട്. 3 പേരായി വർക്കിന്. അപ്പോൾ ബലം കൂടി. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ കൂടി. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ
ഞാൻ ശാലവും അപ്പോസ്തലിക അസംബ്ലിയുടെ ചർച്ചിൻ്റെ 14 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഉപവാസത്തിലാണ് കർത്താവ് എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ആരാ? നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരാ? നിത്യരായ ദൈവം, നിത്യരാജാവ്. അപ്പൊ നമ്മൾ ആരോടാ പറയുന്നത് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ആരോടാ പറയുന്നത്? പ്രൈസ് ഗോഡ്. പ്രതാപമുള്ള, ചരിത്ര പ്രതാപമുള്ള, നിത്യപ്രതാപമുള്ള നിത്യനായ ദൈവത്തോടാണ് എൻ്റെ അപേക്ഷകളെല്ലാം ഞാൻ പറയുന്നത്. ആമേൻ. അത് പറയുമ്പോൾ ഓർക്കണം, നീ പറയും മുമ്പേ തന്നെ നിന്റെ അപേക്ഷയെ അറിഞ്ഞവനാണ് എങ്കിൽ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ചെയ്തു തരുവാൻ നമ്മിൽ ഈ മീറ്റിങ്ങിൽ ശക്തി പകരുമെന്ന് ഉറപ്പുള്ളവർ കൈ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. അത്യന്തം മീതെ ഇരിക്കുന്ന എൻ്റെ കർത്താവ് അത്യന്ത ശക്തി നൽകുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ജീവിക്കാൻ വേണ്ട അത്യന്ത ശക്തി, ജീവിതത്തിന് വേണ്ട അത്യന്ത ശക്തി, അത്ഭുതങ്ങൾക്ക് വേണ്ട ശക്തിയും കൃപയും എൻ്റെ ദൈവം നൽകുമെന്ന് ഉറപ്പുള്ളവരെല്ലാം ശക്തമായി ദൈവത്തെ സ്തുതിച്ച് പറയാം. ഈ ഉപവാസ പ്രാർത്ഥന ചെറുതായി തീരുകയില്ല എന്നുറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഞാൻ ചെന്നിരിക്കുന്നത്, ഞാൻ മുട്ടുകുത്തിയിരിക്കുന്നത് അങ്ങനെയുള്ളൊരു വലിയ പീഠത്തിലാണെന്ന വലിയ ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ചൂടവലാരക ജഗതലൗഷ് റംദൽ പ്രൈൻഡിബി കൈജഷിയാരിസ് ഓറബാലഭക്ഷിയാരിഷ് റംദൽ ഫ്രൈഡേ ടു നൈസിയാരിഷ്. ആ ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ കർത്താവ് നൽകുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ചെയ്തു തരുവാൻ എന്നിൽ ശക്തി പകരുമെന്ന് എഴുതി വെച്ച തിരുവെഴുത്ത് നിറവേറുമെന്ന് ഈ മീറ്റിങ്ങിൽ ഉറക്കെ പറയാൻ കഴിയുമെങ്കിൽ അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചിരിക്കും. വാതിൽ ഓപ്പൺ ചെയ്തിരിക്കും. വചനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കും. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുകയേ വേണ്ട. ഞാൻ അടുത്ത ഭാഗത്തേക്ക് കയറും മുമ്പ് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നിർത്തട്ടെ. മീകാ പ്രവചനത്തിൽ വായിച്ചത് നിത്യതയിൽ നിന്ന് ചരിത്രത്തിലെ ബെത്ലഹേമിലേക്ക്, പുൽത്തൊട്ടിയിലേക്ക് ഇറങ്ങി വന്നവനാണ് ഇപ്പോൾ അത്യന്തം മീതെ കയറിയിരിക്കുന്നത്. ഒരു ആമേൻ പറയാൻ എത്ര പേർക്ക് പറ്റും? അത്യന്തം മീതെ കയറിയിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1:21 മുതൽ വായിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തെളിവുണ്ടെന്ന് അറിയണ്ടേ? വായിച്ചാട്ടെ. എഫേസ്യർ 1:21 അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. അപ്പൊ ക്രിസ്തു ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? എല്ലാ നാമങ്ങൾക്കും മീതെ, അത്യന്തം മീതെ ഇരിക്കുകയാണ്. അത്യന്തം മീതെ ഇരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നെന്നുള്ള അറിവ് ഇന്ന് പ്രാപിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? അബ്രഹാമിന് മീതെ, ഹാബേലിന് മീതെ, ആദാമിന് മീതെ, ദേവന്മാർക്ക് മീതെ, സകല സ്വർഗങ്ങൾക്കും മീതെ, അത്യന്തം മീതെ ഇരിക്കുന്നവനോട് ഞാൻ 14 ദിവസം ഉപവസിച്ച് പറയുന്നത് എന്ന ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? അവനെ അറിവാൻ ഉത്സാഹിക്കുക. അറിയുന്തോറും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെക്കും. എൻ്റെ രാജാവിൻ്റെ പ്രതാപത്തെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ നമുക്കൊരു ഹല്ലേലൂയ പറയാം, അല്ലേ? ശക്തമായിട്ട് ഹല്ലേലൂയ പറയാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇച്ചിരി ആഴത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. 2-ാമത്തെ അധ്യായത്തിൽ ഇവിടെ നിൽക്കാൻ നമുക്ക് സമയമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരു 5 ദിവസം 2-ാമത്തെ അധ്യായം, ഇപ്പൊ പറഞ്ഞ അധ്യായം ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു. 5 ദിവസം ദൈവത്തിന്റെ പ്രതാപം എന്നൊരു വിഷയം മാത്രം ഒരു ക്ലാസ് ഞാൻ എടുത്താൽ ഇത് ഉപവാസ പ്രാർത്ഥനയിൽ എന്നെ ഏൽപ്പിച്ച് ദൂത് പറയണ്ടേ? അതുകൊണ്ട് ഞാൻ ദൈവമായ ക്രിസ്തു രാജാവ് എന്ന തത്വത്തിൽ ചില കാര്യങ്ങൾ ഉപവാസ പ്രാർത്ഥനയിൽ പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്.
അതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. നമുക്ക് എല്ലാവർക്കും എടുക്കാം. രണ്ട് സമൂഹങ്ങളുടെ രാജാവാണ് ക്രിസ്തു. ഒന്ന്, ഇസ്രായേലിൻ്റെ രാജാവാണ് ക്രിസ്തു. രണ്ട്, ജാതികളുടെ രാജാവാണ് ക്രിസ്തു. ആ രാജാവ് ഇസ്രായേലിൻ്റെ രാജാവായി തീർന്നത് എപ്പോൾ? അവിടെ മുതൽ നമുക്ക് ചില ദൂതുകൾ ഏറ്റുവാങ്ങാനുണ്ട്. ഇത് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികളുടെ വിടുതലുകൾ ആരംഭിച്ചിരിക്കുന്നെന്ന് ധൈര്യമായി ഞാൻ പറയും. എന്നോട് ദൈവം പറഞ്ഞിട്ട് ഞാൻ പറയുന്നത്. ആമേൻ. തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ദൂത് എനിക്കാണ് കർത്താവ് സ്വീകരിക്കുന്നെന്ന് പറയുന്ന ചില കുടുംബങ്ങളിൽ എൻ്റെ ദൈവം ഈ രാത്രി തന്നെ വിടുതൽ അയച്ചിരിക്കുമെന്ന കാര്യം ധൈര്യം എനിക്കിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര ഉറപ്പ് പറയുന്നത്. ആമേൻ. നമുക്കെടുക്കാം. യേശു ക്രിസ്തുവാകുന്ന യഹോവ ഇസ്രായേലിൻ്റെ രാജാവായത് എവിടെ മുതലാണ്? ഹോശിയ പ്രവചനം 12-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് വായിക്കാം. ഹോശിയ ചാപ്റ്റർ 12 verse 9. വായിച്ചാട്ടെ. ഹോസിയ 12:9. ഞാനോ മിസ്രയീം മുതൽ നിന്റെ ദൈവമായ യഹോവയാകുന്നു. എപ്പോൾ മുതലാണ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ? ആമേൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? എപ്പോൾ മുതലാ? മിസ്രയീം മുതലാണ്. ഞാനൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഇടുകയാണ്. അബ്രഹാം മുതൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോട്ട് ചെയ്യണത്. അബ്രഹാം മുതൽ ഞാൻ നിന്റെ ദൈവമായ യഹോവ എന്നല്ല, മിസ്രയീം മുതൽ ഞാൻ നിന്റെ ദൈവമായ യഹോവ എന്ന്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ രാത്രി അത് കേൾക്കുന്നവർ എത്ര പേരുണ്ട്? മിസ്രയീം മുതൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായി ബൈബിളിൽ നിന്ന് അറിയണം, 39 വിഷയങ്ങളാണ് മിസ്രയീമിനെ കുറിച്ച് ബൈബിൾ പറയുന്നത്. 39 വിഷയങ്ങളാണ്. അപ്പം മിസ്രയീം മുതൽ ഞാൻ നിന്റെ ദൈവം എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ദൈവത്തിൻ്റെ പ്രോഗ്രാം എന്താണ്? ഞാൻ ഷാലോം ബിബ്ലിക്കൽ സെമിനാരിയിൽ ഒരു വാക്യം വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വാക്യം നമുക്ക് വായിക്കാം. 46-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം, അതിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കാം. വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 2-3 വാക്യങ്ങൾ വേഗം വായിക്കാം. ഇംഗ്ലീഷിൽ വായിക്കാമോ ആൻറ്റി? KJV ആണെങ്കിൽ കറക്റ്റായിട്ട് തർജ്ജമ ഉണ്ടായിരുന്നത് അറിയാം. എനിക്ക് തോന്നി ഇത് NIV ആണെന്ന് തോന്നുന്നു അല്ലേ? Genesis chapter 46 verses 2 and 3. Okay, 46 verses 2 and 3. And God spake unto Israel in the visions of the night, and said, Jacob, Jacob. And he said, Here am I. And he said, I am God, the God of thy father. Fear not to go down to into Egypt, for I will there make of thee a great nation. I will there make of thee a great nation. മിസ്രയീമിൽ വെച്ചാണ് ഇസ്രായേലിനെ ഗ്രേറ്റ് നേഷൻ ആക്കുന്നത്. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈജിപ്തിൽ വെച്ചാണ് ഇസ്രായേലിനെ വലിയ രാഷ്ട്രമാക്കുന്നത്. ഇത് പറയുമ്പോഴും നിങ്ങൾ എല്ലാവരും ആവർത്തന പുസ്തകത്തിലേക്ക് ഒന്ന് വരണം. 4:20 വായിച്ച്, ഡ്യൂട്രോണമി ചാപ്റ്റർ 4 verse 20 ഒന്ന് വായിക്കാം. ഈജിപ്തിൽ വെച്ചാണ് ഇസ്രായേലിനെ വലിയ രാഷ്ട്രമാക്കി ദൈവം തീർക്കുന്നത്. നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശ ജനമായി ഇരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്തത് നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ച്. ആ വാക്ക് എല്ലാവരും വായിച്ച്. മിസ്രയീം എന്ന ഇരുമ്പുല, അയേൺ ഫർണസ് ആണ് മിസ്രയീം.
ഞാനൊരു ചോദ്യം എല്ലാവരോടും ചോദിക്കുന്നു. ഇരുമ്പ് ചൂളയിൽ ഒരു വലിയ രാഷ്ട്രത്തെ ഉരുക്കി പുറത്തു കൊണ്ടുവരുന്നവനാണോ ദൈവം? ഉണ്ടാക്കിയെടുക്കുന്നവനാണോ ദൈവം? പാൻഡമിക് പീരീഡിൽ 14 ദിവസം ദൈവസന്നിധിയിൽ ഹൃദയം ഉരുകിയിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുന്നത് ദൈവത്തിന് വേണ്ടിയുള്ള വലിയ രാഷ്ട്രമായിട്ടായിരിക്കണം, വലിയ പ്രൊജക്റ്റായിട്ടായിരിക്കണം. ആ വലിയ അറിവിലേക്ക് വരുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. ജലദോഷം മാറിയെന്ന് പറയാനല്ല നമ്മൾ ഉപവാസത്തിനിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയൊരു പ്രൊജക്റ്റ് പുറത്തു വരണമെന്ന് താല്പര്യമുള്ളവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ട്. ശാലോം അപ്പോസ്തലിക അസംബ്ലിയുടെ 14 ദിവസത്തെ ഉപവാസം ദൈവത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് പുറത്തു വരാൻ വേണ്ടിയാണ് എന്ന അറിവിലേക്ക് കയറാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. ഇരുമ്പ് ചൂളയിലിരിക്കുന്ന ആരെങ്കിലും ഈ മീറ്റിങ്ങിലുണ്ടെങ്കിൽ ധൈര്യമായി പറയൂ, ആ ചൂളയിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരുന്നത് കരിഞ്ഞ മുഖവുമായിട്ടല്ല, വലിയ രാഷ്ട്രമായിട്ടാണ് നിന്നെ പുറത്തു കൊണ്ടുവരുന്നത്. ഈ വലിയ ദൂത് കേൾക്കാൻ ഇന്ന് ചില വ്യക്തികളെ കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇരുമ്പ് ചൂളയിൽ കടുത്ത ദുഃഖത്തിലും വലിയ അനുഭവങ്ങളിലും തിക്താനുഭവങ്ങളിലും വ്യതകളിലുമായിരിക്കുന്ന ജീവിതങ്ങൾ അവരെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. വലിയ രാഷ്ട്രമായിട്ടാണ് കർത്താവ് പുറത്തു കൊണ്ടുവരിക, വലിയ പ്രൊജക്റ്റായിട്ടാണ് പുറത്തു കൊണ്ടുവരിക. എൻ്റെ ദൈവം അത് ചെയ്യുമെന്ന് വിശ്വാസമുള്ളവർ എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇത് ചെയ്യും എന്ന് ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. ഞാനിന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ കുടുംബത്തിൽ വന്ന ചൂള ചെറുതല്ല, പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഇരിക്കാൻ നേരമില്ല. 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും അടുത്ത സൂം ഓൺ ചെയ്ത് മീറ്റിങ്ങിലേക്ക് കയറുക, ഇത് കഴിഞ്ഞ് അടുത്ത സൂമിലേക്ക് കയറുകയാണ്. പ്രൈസ് ദി ലോർഡ്. വലിയ പ്രൊജക്റ്റുമായി അപ്പോസ്തലിക് അസംബ്ലിയുടെ ഉപവാസത്തിൽ നിന്ന് പുറത്തു വരേണ്ട കരുത്തരായ സാരഥികൾ ഈ മീറ്റിങ്ങിൽ ഉണ്ട് എന്ന നല്ല നിർണയത്തിലാണ് ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത്. കർത്താവെ, ആ വലിയ തോതിലുള്ള ഉപയോഗം കാണാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്നുള്ളവർ കൈകളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. കൈകളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ചൂടാബാല ബാലാക്ഷിയാർസ് റംദൽ പ്രൂഡമകതലൗഷിയാർസ് റമംബ ബാബ ചൂടബാലക ശൈലല റംദൽ പ്രൈൻഡിവി കൈജഷ്. വലിയ ചൂളക്കകത്തുനിന്ന് എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. നമ്മൾ അടുത്ത ഗേറ്റ് കണ്ടില്ല. നമ്മൾ അടുത്ത ഗേറ്റ് കണ്ടില്ല. ചൂളയുടെ ഗേറ്റാണ് കണ്ടത്. ചൂളയുടെ ഗേറ്റാണ് കണ്ടത്. ഞാൻ ഉറക്കെ പറയുന്നു, ചൂളയുടെ ഗേറ്റിനപ്പുറത്ത് വലിയ രാഷ്ട്രത്തിൻ്റെ ഉദ്ഘാടന ഗേറ്റ് നിൽപ്പുണ്ട്. ചൂള എന്നത് നിന്റെ ചരിത്രത്തിൻ്റെ അവസാനമല്ല എന്നറിയുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. യൂഡബാല ഭക്ഷിയാരേഷ് റംദൽ പ്രൈൻഡിവി ഖൈജഷ്. ഈ മീറ്റിങ്ങിൽ ചില വ്യക്തികളുടെ കുടുംബങ്ങളിൽ തലമുറകളിൽ എൻ്റെ കർത്താവ് സ്പർശിച്ചുകൊണ്ട് പറയുകയാണ്, നിന്റെ തലമുറയുടെ കാര്യത്തിൽ വലിയ ഗദ്ഗതം നിത്യദൈവത്തിൻ്റെ മുമ്പിൽ, നിത്യരാജാവിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് നീ എഴുതി വയ്ക്കൂ, ഒരു വലിയ രാഷ്ട്രം പുറത്തു വരാൻ പോകുകയാണ്. ഒരു വലിയ പ്രൊജക്റ്റ് പുറത്തു വരാൻ പോകുകയാണ്. മഹാരാജാവിന് ഇഷ്ടം അതാണ് എന്നതിനാൽ അതിലേക്ക് കാലുവയ്ക്കാൻ താല്പര്യമുള്ളവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. പ്രാർത്ഥിപ്പാൻ എത്ര പേർ തയ്യാറുണ്ട്? ചൂളയിൽ നിന്ന് അടുത്ത രാഷ്ട്രത്തിൻ്റെ ഗേറ്റിലേക്ക് കാല് വയ്ക്കാൻ താല്പര്യമുള്ളവരെല്ലാം വിശ്വാസത്തോടെ കാല് വെച്ചാട്ട്. ചൂളയിൽ നിന്ന് അടുത്ത രാഷ്ട്രത്തിൻ്റെ വലിയ ഗേറ്റിലേക്ക് കാല് വയ്ക്കാൻ ഹൃദയമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ദൈവം അത് ചെയ്യുന്ന രാത്രിയാണെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച.
അടുത്ത ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സമയത്തിൻ്റെ പരിധി നിന്നുകൊണ്ട് വേണമല്ലോ. ഇനി നമുക്കൊരു വാക്യം വായിക്കാം. എല്ലാവരും ഒന്ന് വായിച്ചാട്ടെ. ഈജിപ്റ്റ് മുതലാണ് എൻ്റെ യേശു ഇസ്രായേൽ എന്ന സമൂഹത്തിൻ്റെ ആധിപത്യം ഏറ്റെടുത്തത്. ഈജിപ്റ്റ് മുതലാണ് എൻ്റെ യേശു ക്രിസ്തു ഇസ്രായേൽ സമൂഹത്തിൻ്റെ ആധിപത്യം ഏറ്റെടുത്തത്. അതിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങൾ എന്താണ്? നമുക്ക് ചില വാക്യങ്ങളിലേക്ക് വരാം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം ചില വാക്യങ്ങൾ വേഗം ഒന്ന് ടോണി പാസ് വായിച്ച് സഹായിച്ചാട്ടെ. ഒരു 4-5 വാക്യങ്ങൾ ഓടിച്ചു വായിക്കും. പുറപ്പാട് 6-ാം അധ്യായം. യഹോവ മോശയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും. ആമേൻ. ഫറവോനോട് ചെയ്യുന്നതും ശക്തിയുള്ള കൈ കാണുന്നതും ഈജിപ്തിൽ വെച്ചാണ്. ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഫറവോൻ മരണത്തോട് ദൈവം ചെയ്യുന്നതും ദൈവത്തിന്റെ ശക്തിയുള്ള കരം കാണുന്നതും ഈജിപ്തിൽ വെച്ചാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്കെതിരെ എഴുന്നേറ്റ മരണത്തമാർ എൻ്റെ ദൈവത്തിൻ്റെ കരം കാണുമെന്നും എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എനിക്ക് വേണ്ടി വെളിപ്പെടുമെന്നും ഉറച്ചു വിശ്വസിക്കുന്നവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? എൻ്റെ ദൈവത്തിൻ്റെ കരം കാണുമെന്നും. കാണുന്നത് ആര്? ഇസ്രായേലിനെതിരെ എഴുന്നേറ്റ മരണത്തെയാണ് കാണാൻ പോകുന്നത്. മരണത്തെയാണിത് കാണാൻ പോകുന്നത്. അവനാണ് ഏറ്റവും അധികമായി അവരെ പേടിപ്പിച്ചത്, ഏറ്റവും അധികമായി വേദനിപ്പിച്ചത്. എങ്കിൽ ഈ ആണ്ട് അവസാനിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം, എൻ്റെ ശക്തി നിനക്ക് വേണ്ടി ലോകമൊന്ന് കാണും എന്നറിയുന്നവർ കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്ത് ആരാധിച്ചാണ്. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ശക്തി പ്രദർശിപ്പിക്കുമെന്നുള്ള ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഗോഡ് വിൽ മാനിഫെസ്റ്റ് ഹിസ് പവർ ഫോർ മീ എന്ന് പറയുവാൻ വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. ഗോഡ് വിൽ മാനിഫെസ്റ്റ് ഹിസ് പവർ ഫോർ മീ എന്ന് പറയാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അത് നടന്നിരിക്കുമെന്നേ വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. ഞാൻ അവിടുന്ന് അല്പം മുമ്പോട്ട് പോകുകയാണ്. 114-ാം സങ്കീർത്തനത്തിലേക്ക്. ആധിപത്യം ക്രിസ്തു ഏറ്റെടുത്താൽ. ആരും അൺമ്യൂട്ടാന്ന് തോന്നുന്നു, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. യെസ്, വായിച്ചാട്ടെ. സങ്കീർത്തനം 114. ഇസ്രായേൽ മിസ്രയീമിൽ നിന്നും യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവന്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു. ദൈവം ആധിപത്യം ഏറ്റെടുത്താൽ, യഹോവ ആധിപത്യം ഏറ്റെടുത്താൽ സംഭവിക്കുന്നത് എന്തായിരിക്കും? വായിക്കാൻ താഴോട്ട് നമുക്ക് ചില പാഠങ്ങൾ കിട്ടും. സമുദ്രം കണ്ട് ഓടി. ആമേൻ പറയാൻ പറ്റുമോ? എൻ്റെ ദൈവം എൻ്റെ ആധിപത്യം ഏറ്റെടുത്താൽ എനിക്ക് മുമ്പിൽ തടഞ്ഞു നിൽക്കുന്ന സമുദ്രം അത് കണ്ട് ഓടുമത്രേ. 2022 പാത മൂന്നുന്ന വ്യക്തികൾക്ക് പറയാമോ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ ജർമ്മൻ ഗേറ്റ് ആയാലും എൻ്റെ ദൈവത്തിൻ്റെ ആധിപത്യം കണ്ട് അത് ഓടും എന്ന് പറയാൻ ഹൃദയമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. എൻ്റെ ദൈവത്തിൻ്റെ ആധിപത്യം കണ്ട് അത് ഓടുമെന്ന് പറയാൻ ഹൃദയമുള്ളവർ എത്ര പേരുണ്ട്? ഇത് നിർത്തി പറയാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞിരിക്കുക. ഈ കാര്യം ചെങ്കടലിന്റെ മുമ്പിൽ വന്നപ്പോൾ വിക്കി വിക്കി പറയുന്ന ഒരു അംഗവൈകല്യമുള്ള മോശയാണ് നിങ്ങൾ കാണുന്നത്. വിക്കി വിക്കി പറയുന്നവൻ, കൂടെ 10-30 ലക്ഷം ജനങ്ങളും. ശരിക്കും പറഞ്ഞ ഒരു നേതാവായി നിൽക്കാൻ പറ്റാത്തവനാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്.
അവൻ വിക്കി പറഞ്ഞു വരുമ്പോഴേക്കും ഫറവോൻ മരണത്തെയും 600 രഥങ്ങളും 6 ലക്ഷം സൈന്യങ്ങളും കാലാൽപ്പടങ്ങളും ഒക്കെ ഇത് അടുത്തെത്തും. അത്രയ്ക്ക് സമയമെടുക്കുവൻ വിക്കി പറഞ്ഞു വരുമ്പോഴേക്കും. അങ്ങനെയുള്ള ഒരാളെയാണ് ഫ്രണ്ടിൽ നിർത്തിയിരിക്കുന്നത് എങ്കിൽ നമ്മൾ നിശ്ചയമായിട്ട് പറയുന്നത് എന്തായിരിക്കും? എൻ്റെ ദൈവമേ, ഈ മനുഷ്യൻ വിക്കി പറയുമ്പോഴേക്കും നമ്മളെ അവർ പിടിച്ചിരിക്കും. എന്ന കർത്താവ് പറയാണ്, നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി നിന്റെ മേൽ തികഞ്ഞു വരും. ചൂരാബാലാസിയാർക്കഷ്. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? തൃശ്ശൂരിൽ നിന്ന് 23 കിലോമീറ്റർ സൈക്കിൾ ഓട്ടി പോവുകയാണ് ഞങ്ങൾ. ഒരു വ്യക്തിയെ സൈക്കിൾ ഓട്ട് പഠിപ്പിക്കാൻ, ഒരു എഞ്ചിനീയർ, 52 വയസ്സുള്ള ഒരു എഞ്ചിനീയർ, ചെറുപ്പക്കാരാണ് ഞങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മണ്ണുത്തി വരെ എൻ്റെ സ്നേഹിതൻ ചവിട്ടി, അല്ല ഞാൻ ചവിട്ടി, എന്നിട്ട് അവൻ പുറകിലിരുന്നു. മണ്ണുത്തി മുതൽ അവൻ ചവിട്ടി, ഞാൻ പുറകിലിരുന്നു. ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ 2 പോലീസുകാരൊരു മരത്തിൻ്റെ കീഴിൽ നിൽക്കുന്നു. അവരെ കണ്ട വശം ഇവൻ എന്നോട് പറയാ, തോ പോന്ന് എന്ന് പറഞ്ഞാൽ അവന് തോമസിൻ്റെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അവൻ വിക്കനാണ്, ഗ്ലാഡിസൺ അവൻ്റെ പേര്, ഇപ്പോൾ അമേരിക്കയിലുണ്ട്. അവൻ എന്നോട് മുറുക്കി പറയാണ്, തോ പോ. ഞാൻ പറയണ പൊന്നു പോകാൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക, നീ ചവിട്ട്. അവൻ ചവിട്ടുമോ? 2 പോലീസുകാരെ അവൻ കണ്ടതാണ്. ഒരു മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കൂ. ആ പോലീസുകാരെ കണ്ടപ്പോൾ ഇവൻ വിഷമിച്ചു പോയി. എന്തിനേറെ പോലീസിൻ്റെ മുമ്പിൽ ഞങ്ങൾ എത്തി. പോലീസിനെ കണ്ടപ്പോൾ ഇവൻ തുടങ്ങിയില്ലേ അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും. പറയാൻ പറ്റില്ലല്ലോ. അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താ? പേര് പറഞ്ഞത് ഗ്ലാ ഫ്രീസലോ. വീട്ടുപേരെന്താടാ? ഗോസ്പൽ ഹോം എന്നാ. പോലീസുകാരോടാ ഗോ പറയുന്നത്. ഇത്രയും പറഞ്ഞപ്പോൾ അതിലൊരു പോലീസ് സ്വകാര്യത്തിൽ പറഞ്ഞു, വിക്കനാണെന്ന് തോന്നുന്നു സാറേ, അടുത്ത ആളോട് ചോദിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായോ? സത്യം പറഞ്ഞ് തല്ലുകൊള്ളാഞ്ഞത് അടുത്തൊരു പോലീസുകാരൻ ഒരു ചെറിയ ദയ കാണിച്ചത് കൊണ്ടാണ്. എന്നാ എനിക്ക് മനസ്സിലായത്, ഒരു വിക്കൻ്റെ കൂടെ പോയാൽ ചെന്ന് പെട്ടാൽ അപകടം ചെറുതല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു വിക്കൻ്റെ കൂടെയാണ് 30 ലക്ഷം ചെന്ന് പെട്ടത്. പക്ഷെ ഒരു വടിയെടുത്തിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ രക്ഷ കാണും. ടുഡേ. അതേ വാക്ക് തന്നെ ഞാൻ ഉറക്കെ പറയുകയാണ്. 14 ദിവസം ഉപവസിച്ചിരിക്കുന്ന രാജാവിൻ്റെ പ്രതാപം കാണാനിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നു, തീച്ചുളയിലാണ് ഇരിപ്പെങ്കിലും തീച്ചുളയിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു ഗ്രേറ്റ് പ്രൊജക്റ്റ് ആണെന്ന് അറിയുന്നവർ കൈയൊന്നുയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ കഴിയുമോ? നിങ്ങളുടെ മുമ്പിൽ വരുന്ന കടലാസ് ഒപ്പിട്ടിരിക്കുന്നത് അടുത്തൊരു പ്രൊജക്റ്റിന് വേണ്ടിയുള്ളതാണ് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ഫോർ നെക്സ്റ്റ് പ്രൊജക്ട്സ് അറിയുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. റബാലാസിയാർഷ്. ഈ പാൻഡമിക് പീരീഡിൽ അങ്ങനൊരു വലിയ ആധിപത്യ പ്രദർശനം എൻ്റെ കർത്താവ് നടത്തും എനിക്ക് എന്ന് പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? യോർദാൻ കണ്ടോടി, സമുദ്രം കണ്ടോടി. ഇന്ന് രാത്രി ഞാൻ ആ ദൂത് പറഞ്ഞിട്ട് അവിടെ നിർത്തട്ടെ. ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ഈ ദൂത് ഇവിടെ പറയുന്നത്. 14 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പ്രതാപം എന്നിലൂടെ ലോകം കാണുമെന്ന് ധൈര്യമായി പറയാൻ ഹൃദയമുള്ളവർ എത്ര പേരുണ്ട്? ഞാൻ ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഈ ചോദ്യം ഒന്നുകൂടെ ചോദിക്കട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ പ്രതാപം എനിക്ക് വേണ്ടി എൻ്റെ ദൈവം മാനിഫെസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചിട്ട് ഞാനത് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പ്രതാപം എനിക്ക് വേണ്ടി ദൈവം പ്രദർശിപ്പിക്കും. ഞാൻ അവനെ അറിയാൻ ഉത്സാഹിക്കട്ടെ. അടുത്ത പോയിന്റിലേക്ക് ഞാൻ നിങ്ങളെ വേഗം ഒന്ന് കൊണ്ടുപോവുകയാണ്. 145-ന്റെ 12-13 വായിച്ച വാക്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ നിന്നാണ് അടുത്ത ദൈവിക ആലോചന പറയാനുള്ളത്. സങ്കീർത്തനം 145-ന്റെ 12. അവർ നിന്റെ രാജത്വത്തിന്റെ മഹത്വം പ്രസിദ്ധമാക്കി നിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കും. നമ്മൾ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് അറിവാൻ ഉത്സാഹിക്കുക മാത്രമല്ല, അറിയിക്കാൻ ഒരു ഉത്സാഹം ഉണ്ടാകണം.
ആമേൻ. ആ പറഞ്ഞ വാക്ക് എത്ര പേർക്ക് മനസ്സിലായി? അറിയാൻ ഉത്സാഹം ഉണ്ടാകണം, ഇനി അവനെ അറിയിക്കാൻ നമുക്കൊരു ഉത്സാഹം ഉണ്ടാകണം. ആ വാക്യൊന്ന് വായിക്കാം, നമുക്ക് ശരിക്കൊന്ന് ധരിച്ചൊന്ന് വായിച്ചാട്ട് നല്ല ധാരണയോടെ. അവർ നിന്റെ ആ രാജത്വത്തിന്റെ മഹത്വം പ്രസിദ്ധമാക്കി. ഈ കഴിഞ്ഞ ഒരു വർഷം എൻ്റെ രാജാവിനെ അറിയുകയും രാജാവിൻ്റെ രാജത്വത്തിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കുകയും ചെയ്തതിൽ ഞാൻ ഫ്രണ്ടിലുണ്ട് എന്ന് പറയാൻ എത്ര പേർക്ക് പറ്റും? ആമേൻ. നമ്മുടെ ആളുകൾ പ്രസിദ്ധമാക്കുന്നത് എന്താ? പ്രൈസ് ദി ലോർഡ്. ജലദോഷം യേശുവിൻ്റെ നാമത്തിൽ മാറും, ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ മാറും. സത്യസായി ബാബയുടെ ശിഷ്യൻ ഇതാ തിരുവനന്തപുരത്ത് വന്നു. BSNLന്റെ മാനേജറുടെ മകളുടെ ബ്രസ്റ്റിലുള്ള ക്യാൻസർ മാറാൻ അവർ വന്ന് പൂജ ചെയ്തു. ആ പൂജ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ക്യാൻസർ മാറി. പിറ്റേ ദിവസം കൊണ്ടുപോയി ചികിത്സാ സ്ഥലത്ത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തു, ആ ക്യാൻസർ മാറിയിരിക്കുക. അപ്പം അത് കണ്ടു നിന്ന ഒരു വ്യക്തിയാണ് എൻ്റെ സ്നേഹിതൻ്റെ ഭാര്യ. അവളുടെ കൂടെ പഠിച്ചതാണ് ഈ കുട്ടിയുടെ അമ്മ, BSNL മാനേജർ. ഈ കുട്ടി നിൽക്കുമ്പോഴാണ്, ഇവൾ നിൽക്കുമ്പോഴാണ് സത്യസായി ബാബയുടെ ശിഷ്യന്മാർ 3 പേര് വന്ന് അവിടെ പൂജ നടത്തിയത്. പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ ഇല്ല. അപ്പോൾ BSNLന്റെ മാനേജർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: നിന്റെ യേശുവാണ് വലുത്, എൻ്റെ സത്യസായി ബാബയാണ് വലുത്? ഇതിനൊരു ഉത്തരം പറയാൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ആദ്യമേ തന്നെ ഒരു ഉത്തരം പറഞ്ഞു: സത്യസായി ബാബ ഉടനെ മരിക്കും, ഉയർക്കില്ല. എൻ്റെ യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, നോക്കിക്കോളാൻ പറഞ്ഞു. അതങ്ങനെ തന്നെ ആൻറ്റിയോട് വിളിച്ചു പറഞ്ഞു, BSNL മാനേജരോട്. ഇത് വിളിച്ചു പറഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ സത്യസായി ബാബ മരിച്ചു, ഇതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഒരു കല്ലേലി പറയാൻ പറ്റുമോ? ഇതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. എൻ്റെ രാജാവിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കാൻ നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെയിൽ, നിങ്ങളുടെ പഠന സ്ഥലത്ത്, പള്ളിക്കൂടത്തിൽ, എഡ്യൂക്കേഷൻ ഫീൽഡിൽ, അതേ നിങ്ങളുടെ ആരാധനയിടങ്ങളിൽ മഹാരാജാവിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കുന്നതിൽ എത്ര സമയം ചെലവഴിച്ചിട്ടുണ്ട്? എത്ര സമയം ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ട്? തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ കരമൊന്ന് ഉയർത്ത്. നഷ്ടപ്പെട്ടു പോയ പാലിനെ കുറിച്ച് ദുഃഖിച്ചിരിക്കാതെ മുമ്പിലുള്ള സമയത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയോടെ പാദമൂന്നാൻ, ഈ ഉപവാസത്തിൽ നിന്ന് പുറത്തു വരാൻ ഹൃദയമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിക്കാം. ഒന്നിച്ച് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ട്. ഋഷാരഭാക്ഷി. എൻ്റെ ദൈവമേ, ഞങ്ങൾ വലിയ ചിന്തയിലേക്ക് വരട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ രാജ്യത്വം പ്രസിദ്ധമാക്കുന്നതിൽ, മഹാരാജാവിനെ അറിയുന്നതിൽ ഉത്സാഹം. പ്രൈസ് ദി ലോർഡ്. പ്രസിദ്ധമാക്കുന്നതിൽ ഉത്സാഹം. കക്ഷി അവനെ അറിയുകയും അറിയിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എല്ലാം ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചാൽ. 2022 പ്രവേശിക്കുന്നതിനെ 1 ദിവസം കൊണ്ട് ദൈവം എനിക്ക് തന്നിരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുകയാണ്. ആ 1 ദിവസം മുതൽ 365 ദിവസം മുതൽ എൻ്റെ രാജാവിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കാൻ ഐ ആം റെഡി. ജനുവരി 1 നിൽക്കണ്ട. ടുമാറോ നാളെ തന്നെ ഞാൻ ആരംഭിക്കുകയാണെന്ന് പറയാൻ ഹൃദയമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഒത്തിരി ദൈവദാസന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് സ്വന്തം ആടുകളുടെ വീട് മാത്രം സന്ദർശിച്ച് രാജാവിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കാതെ അവരുടെ വല്ലായ്മയും ഇല്ലായ്മയും പ്രസിദ്ധമാക്കുന്നവരാണ്. എത്ര അപകടം, എത്ര അപകടം! ഞാൻ നിങ്ങളോട് തുറന്നു ചോദിക്കുന്നു, എൻ്റെ രാജാവിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കാൻ തയ്യാറായാൽ രാജാവ് നിന്നെ ഉയർത്തുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നല്ലൊരു ഹല്ലേലൂയ ഉറക്കെ പറയാൻ പറ്റും. ബാബിലോൺ ചക്രവർത്തി നെബൂഖദ്നേസറിന്റെ മകൻ നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിൽ അനുവാദത്തോടെ ചെന്നിരിക്കുന്ന പിള്ളേർ 3 രാജാവിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കി. ഭക്ഷണം കൊണ്ട് നിയമം ലംഘിക്കില്ലെന്നവർ തീരുമാനിച്ച് മഹാരാജാവായ ദൈവത്തിൻ്റെ മഹത്വം അവർ പ്രസിദ്ധമാക്കി.
110 അടി ഉയരമുള്ള ഇതാ വലിയ ബിംബത്തിന്റെ മുമ്പിൽ ആരാധിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന്റെ മഹത്വം പ്രസിദ്ധമാക്കി. ആരാധന കറക്റ്റ് നടത്തിക്കൊണ്ട് രാജാവിന്റെ മഹത്വം പ്രസിദ്ധമാക്കി. ഭക്ഷണം തെളിയിച്ചുകൊണ്ട് രാജാവിന്റെ മഹത്വം പ്രസിദ്ധമാക്കി. അടുത്ത ദിവസം മുതൽ എൻ്റെ രാജാവിന്റെ മഹത്വം ഒന്ന് പ്രസിദ്ധമാക്കണം എന്ന ഹൃദയമുള്ളവർ എത്ര പേരുണ്ട്? ഒന്ന്, രാജാവിനെ അറിയാൻ ഉത്സാഹിക്കുക. സന്തോഷമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. 2, രാജാവിന്റെ മഹത്വം പ്രസിദ്ധമാക്കുക. രാജാവിനെ അറിയിക്കുക. രാജാവിനെ ലോകത്തിനൊന്ന് അറിയിച്ചു കൊടുക്കുക. അറിയുക, അറിയിച്ചു കൊടുക്കുക. ഈ 2ാമത്തെ പ്രോഗ്രാമിനെ എൻ്റെ ചരിത്രം ഇതാ ഒഴിഞ്ഞു വയ്ക്കുന്നെന്ന് താല്പര്യമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. എനിക്ക് ചില കാര്യങ്ങൾ പ്രായോഗികമായി പറയാൻ ദൈവാത്മാവിനെ നിർബന്ധിച്ചിട്ടുണ്ട്. അതൊന്ന് പറയാം. നാളെ ഒരു ദിവസം എൻ്റെ മുമ്പിലുണ്ടെന്ന് വിചാരിക്കും നിങ്ങൾ. ആ ദിവസം ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ 6000-ലധികം രൂപ കടം വീട്ടണം. പ്രസംഗിച്ച് എൻ്റെ കയ്യിൽ കിട്ടിയ കാശ് അതിൻ്റെ ഒരു മൂല ഒതുക്കാനില്ല. എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കേൾക്കണേ കഥ. അപ്പം എൻ്റെ വീട്ടിൽ അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്ര മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് കടക്കാർ. ആ പൈസ കൊടുത്തിരിക്കണം. ഒരു സാധനം വാങ്ങിച്ചതാണ് വീടിന് വേണ്ടി. എന്നാൽ വരുന്ന വഴിക്കൊരു ഫോൺ കിട്ടി എനിക്ക്. ആ സന്ദേശം ഇങ്ങനെയായിരുന്നു: പാസ്റ്ററെ കാത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 1500 രൂപ കിട്ടിയെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. സ്തോത്രം. എൻ്റെ കയ്യിൽ 1600 രൂപയുണ്ട്. ഞാൻ ഇറങ്ങിയ വശം ആളെ കണ്ടു. ആൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ അവസരം വന്നിരിക്കുക, ഇന്ന് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോയിട്ട് കാര്യമില്ല. എനിക്കാണെങ്കിൽ 6000-ലധികം രൂപ അടച്ചില്ലെങ്കിൽ പറ്റില്ല. എല്ലാവരും കേൾക്കണം കേട്ടോ. ഞാൻ കൂളായിട്ട് 1500 രൂപ എടുത്ത് കൊടുത്ത് പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതെന്താ പാസ്റ്റർ അങ്ങനെ പറയുന്നത്? ഇല്ല, എനിക്ക് 6000-ലധികം രൂപയെ കടം വീട്ടാനുള്ളൂ. നിങ്ങൾ 1500 കൊണ്ട് കടം വീട്ട് എൻ്റെ 6000 വീട്ടാൻ തമ്പുരാൻ വഴിയൊരുക്കും. തമ്പുരാൻ ആരാ മുതലെന്ന് എനിക്കറിയാമോ എന്ന് ചോദിച്ചാൽ അവനെ തോളെ തട്ടി വിട്ടു. അങ്ങനെ ഞാൻ റെയിൽവേയിൽ നിന്ന് ഇറങ്ങി. ഇതാ ബസ് കാത്തിക്കുക. അപ്പോഴിതാ കാറൊരെണ്ണം വന്ന് നിൽക്കുന്നു. കസ്റ്റംസ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതിനകത്തുണ്ട്, ഡ്രൈവറുണ്ട്. നിർത്തി എന്നോട് ചോദിക്കുന്നു, എന്താ സാർ ഇവിടെ നിൽക്കുന്നത്? സാറിനെ അന്വേഷിച്ച് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുക. എല്ലാവരും കൂടി ഉണ്ടല്ലോ അല്ലേ? ഇങ്ങോട്ട് കയറ്, എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകുള്ളൂ. നിങ്ങൾ കേൾക്കണം കേട്ടോ. അങ്ങനെ അവൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു ഷെയ്ക്കിൻ്റെ എൻ്റെ കയ്യിൽ തന്നു. എൻ്റെ കടം വീട്ടാനുള്ള ഷെയ്ക്കിൻ്റെ കയ്യിലുണ്ട്. എല്ലാവർക്കും അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അവരുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. എന്നോട് പറഞ്ഞ് കാറിൽ കൊണ്ടാക്കാമെന്ന്. ആ കാറിൽ കൊണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് കാറ് കേടായി. അപ്പം എനിക്ക് മനസ്സിലായി തമ്പുരാൻ്റെ അടുത്ത പ്രൊജക്റ്റിൻ്റെ സമയമായി. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. 2022 ചില കുടുംബങ്ങളോടുള്ള ദൂതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ കേൾക്കുക. സിൽവി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക്, അതിനടുത്തുള്ളൊരു പെൺകുട്ടിക്ക് വലിയൊരു പ്രതിസന്ധി വന്നിരിക്കുക. അവളുടെ അപ്പനും അവളും കൂടെ ഇതാ വരുന്നു. നിങ്ങളെല്ലാവരും കേൾക്കേണ്ട കഥയാണ്. എനിക്ക് അവരധികമായിട്ട് അറിയില്ല, ഒരു കണ്ടുപരിചയമുള്ളൂ. അത് എന്നെ കണ്ട വശം ഫാസ്റ്റ് ഒരു വാക്കി മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വെച്ചാൽ എന്താ കാര്യം, ഇന്നതാ വിഷയം. ഞാൻ ആ മോൾക്ക് വേണ്ടി കൂളായിട്ട് പ്രാർത്ഥിച്ചാൽ പോരല്ലോ. പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ കയ്യും കൂടെ ക്ലിയർ ആക്കണ്ടേ. ആർക്കും മനസ്സിലാകുന്നില്ല. സ്തോത്രം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അവൾക്ക് ആവശ്യമുള്ള അന്നത്തെ ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി ഒരു ചെറിയ ഗിഫ്റ്റ് എടുത്തു കൊടുത്തു. അപ്പോഴും എൻ്റെ അകത്ത് പറയുന്നുണ്ട്, നീ മണ്ടത്തരം കാണിക്കരുത്. ദൈവം വാതിൽ തുറന്നതാണ്, വെട്ടാ പ്രൊജക്റ്റ് തുറന്നതാ, കറക്റ്റ് കടം വെട്ടാനുള്ള പൈസ തന്നിട്ടുണ്ട്, വണ്ടിക്കൂലിക്കുള്ള പൈസ തന്നിട്ടുണ്ട്, ഇനി വിഷമിക്കേണ്ട കാര്യമില്ല, പോണ്ടതാ. പക്ഷേ എൻ്റെ അകത്ത് പറയുന്നു, പ്രതാപമേറിയ രാജാവ് പ്രതാപമായി ഒരുക്കുന്നവനാകിയാൽ അവൻ്റെ പ്രജകളുടെ കാര്യം ഞാൻ അന്വേഷിച്ചാൽ എൻ്റെ കർത്താവ് എൻ്റെ കാര്യം അന്വേഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് കഴിഞ്ഞ് അവരെ പറഞ്ഞു വിട്ട് ഞാൻ അടുത്ത വണ്ടി കയറി ഇതാ വന്ന് ഇറങ്ങി
വീടിൻ്റെ അവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് എൻ്റെ ഫോണാണ്. കാരണം ഒരു ഫോൺ സന്ദേശം, ആ സന്ദേശം ഇങ്ങനെയാണ്: പാസ്റ്ററെ, ഞങ്ങൾക്കൊരു നന്മ കിട്ടി, അതിൽ നിന്നൊരു ഗിഫ്റ്റ് ഞങ്ങൾ ബാങ്കിലേക്ക് അയച്ചിട്ടുണ്ട്, ഫ്രീസിലോ പോയി എടുക്കണേ കേട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് എൻ്റെ കടം വീട്ടാനും കഴിഞ്ഞു, പോരാ അടുത്ത ചില ജീവിതങ്ങളുടെ കടം വീട്ടാനും കഴിഞ്ഞു. ആ പൈസയിൽ നിന്ന് ചില ഉപദേശിമാരുടെ സങ്കടവും വീട്ടാൻ കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്, പ്രതാപമേറിയവനെ 2022 നിന്റെ വീടിൻ്റെ മുമ്പിലൊന്ന് കാണാൻ, വീടിൻ്റെ ഉള്ളിൽ കാണാൻ ഈ ഉപവാസത്തിൽ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? ഒരു പ്രായോഗിക വശം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. അടുത്ത ഭാഗത്തേക്ക് ഞാൻ കയറും മുമ്പ്, പ്രൈസ് ദി ലോർഡ്, ഇവിടെ മീറ്റിങ്ങിൻ്റെ ടൈം തീരാറായോ എനിക്കറിയത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ രഞ്ജി പാസിങ് അയച്ചിരുന്നു, ഒറ്റ നോട്ടം നോക്കിയ വേഗം കയറുകയായിരുന്നു. നമ്മുടെ യോഗത്തിൻ്റെ ടൈം എത്രയാണ് തീരുന്നത്? ഗുഡ് താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. ഞാൻ അടുത്ത ഭാഗത്തേക്ക് കയറുകയാണ്. ഈ ദൂത് എന്നോട് ഇവിടെ പറയാൻ ദൈവാത്മാവ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വലിയ വേദനയോടെ ഇരിക്കുന്ന ചില ജീവിതങ്ങളുടെ മുമ്പിൽ ഒരു വാതിലല്ല തുറക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഒരു പ്രൊജക്റ്റ് അല്ല തുറക്കുന്നത്. എൻ്റെ ദൈവം ചില പ്രൊജക്റ്റുകൾ ചെയിൻ കണക്കിന് തുറക്കാൻ കൈ നീട്ടിയിട്ടുണ്ട്. എൻ്റെ യേശുവിനെ അറിയിക്കുകയും ചെയ്യുന്നതിൽ ഞാൻ മുമ്പിൽ നിൽക്കട്ടെ എന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? അറിയണം, എനിക്ക് അവനെ ഒന്ന് അറിയിക്കണം എന്ന താല്പര്യമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാൻ ഉത്സാഹം വേണം. അറിയാൻ ഉത്സാഹം മാത്രം പോരാ, എൻ്റെ ദൈവത്തെ എനിക്കൊന്ന് അറിയിക്കണം എന്നാഗ്രഹമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാൽ, ഇത്രയും താല്പര്യപ്പെട്ടാൽ നിന്റെ ആധിപത്യം മുഴുവൻ അവൻ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിന്റെ മേലെ അവൻ ആധിപത്യം ഏറ്റെടുത്ത് മുഴുവൻ കാര്യങ്ങൾ നടത്താൻ തയ്യാറാണ് രാജാവ്. ആ അറിവുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട് അറിയാൻ താല്പര്യമുള്ള നമ്മൾ അറിഞ്ഞാൽ അറിയിക്കണമെന്ന താല്പര്യം ഉള്ളിൽ വരണം. അതിൻ്റെ പേരാണ് സ്പിരിച്വൽ ബേർഡൻ, ആത്മഭാരം എന്നറിഞ്ഞിരിക്കുക. നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കയറണം. അതിൻ്റെ പേരാണ് ആത്മഭാരം. 364 ദിവസം എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത ആത്മഭാരം ഇന്ന് അധികമായി കയറി വരട്ടെ എന്ന് താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? ഇന്ന് അധികമായി ഉപവാസത്തിൽ ആത്മഭാരം കയറി വരാൻ ഹൃദയമുള്ളവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ട്, ശക്തിയായി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്, ആത്മഭാരം എൻ്റെ ഉള്ളിൽ കയറി വരണ കർത്താവേ എന്ന് താല്പര്യമുള്ളവർ. ഇനി ക്രിസ്തു ആധിപത്യം ഏറ്റെടുത്താൽ എന്തായിരിക്കും ചരിത്രത്തിൽ എന്ന് പറയാൻ പോകുകയാണ് ഞാൻ. ക്രിസ്തു ആധിപത്യം ഏറ്റെടുത്താൽ എന്തായിരിക്കും സ്ഥിതി? രണ്ടാമത്തെ ഭാഗം, ഇവിടെ നമ്മൾ യഹോവ ആധിപത്യം ഏറ്റെടുത്ത് ഇസ്രായേലിന്റെ മേൽ, ആ യഹോവയാണ് ക്രിസ്തു. ക്രിസ്തു ഇനി ചരിത്രത്തിൽ ആധിപത്യം ഏറ്റെടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? എടുക്കാം. വെളിപ്പാട് പുസ്തകം 11:15. നമ്മൾ ഇച്ചിരി ആഴത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാണ്. എൻ്റെ കൂടെ വരണം, പ്രൈസ് ദി ലോർഡ്. ഇനി ഏതായാലും 11:25 വരെ പ്രസംഗിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഹല്ലേലൂയ. വെളിപ്പാട് 11:15. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. ഒരു ആമേൻ എന്ന് പറയാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ലോകരാജ്യങ്ങളുടെ ആധിപത്യം, ദ കിങ്ഡംസ് ഓഫ് ദിസ് വേൾഡ്, ആധിപത്യം ഏറ്റെടുക്കാൻ ക്രിസ്തു പോകാൻ തയ്യാറായിരിക്കുക. എപ്പോഴാണ് എടുക്കുന്നത്? ഏഴാമത്തെ കാഹളം ഊതുമ്പോഴാണ്. ഒരു പശ്ചാത്തലം ഞാൻ പറഞ്ഞ എളുപ്പമുണ്ട്, നിങ്ങൾ എഴുതിക്കോളൂ. പശ്ചാത്തലം ഇതാണ്: 7 മുദ്രകൾ പൊട്ടിക്കും. 7 മുദ്രകൾ പൊട്ടിക്കും. അതിൽ ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴാണ് 7 കാഹളങ്ങൾ പുറത്തു വരിക. 7 കാഹളങ്ങൾ ഊതുന്നതിൻ്റെ ഏഴാമത്തെ കാഹളം ഊതുമ്പോഴാണ് സ്വർഗത്തിൽ വെച്ച് ലോകരാജ്യങ്ങളുടെ ആധിപത്യം ഏറ്റെടുക്കുക. അത് നിത്യമായ സ്വർഗത്തിൽ വെച്ചാണ്
ലോകരാജ്യങ്ങളുടെ ആധിപത്യം ഏറ്റെടുക്കുന്നത്. ആമേൻ. നമുക്ക് ഉള്ളിലേക്കൊന്ന് കടക്കാം. ഹല്ലേലൂയ. നമുക്ക് ഉള്ളിലേക്കൊന്ന് കടന്ന് ചോദിക്കാം, ക്രിസ്തു ലോകരാജ്യങ്ങളുടെ ആധിപത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ്. അതിനു മുമ്പ് ഒരു കൊച്ചു കാര്യം നിങ്ങളുടെ അറിവിലുണ്ടായിരിക്കണം. ഏകദേശം ചരിത്രത്തിൽ 3 വർഷമെടുക്കും ലോകരാജ്യങ്ങളുടെ ആധിപത്യത്തിന്റെ ചടങ്ങ് തീരുമ്പോൾ. മൈ ലോർഡ്, നമ്മുടെയൊക്കെ ലോകരാജ്യങ്ങളുടെ ആധിപത്യം ഏറ്റെടുത്താൽ വെറും 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് ആധിപത്യത്തിന്റെ ചടങ്ങ് അവസാനിക്കും. എന്നാൽ ക്രിസ്തു ആധിപത്യം ഏറ്റെടുത്താൽ ഏതാണ്ട് 3 വർഷമാണ് അതിന്റെ ചടങ്ങ് എന്ന കാര്യം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടേക്ക് ഇപ്പോൾ കടക്കുകയല്ല. ആ വലിയ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ആധിപത്യം ഏറ്റെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തമ്പുരാൻ ചെയ്തൊരു പരിപാടി പറയാം. എടുത്താട്ടെ. വെളിപ്പാട് 12:7 മുതൽ 10 വരെ വായിക്കാം. വെളിപ്പാട് 12:7 മുതൽ 10 വരെ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി, ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. യേശു ക്രിസ്തു ആധിപത്യം ഏറ്റെടുത്താൽ ആദ്യത്തെ പ്രോഗ്രാം പിശാചിനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കുന്ന പണിയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായി? സ്വർഗത്തിൽ മീഖായേലിനെയും സൈന്യത്തെയും അയച്ച് പിശാചിനെയും ദൂതന്മാരെയും അവിടെ നിന്ന് ഇറക്കാനാണ് പരിപാടി. എന്താ അതിന്റെ കാരണം? 1 യോഹന്നാൻ 5:19. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണം എന്ന കാര്യം ഓർപ്പിക്കുന്നു. യോഹന്നാൻ 5:19. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയണം ഇങ്ങനെ, എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ആധിപത്യം പൂർണ്ണമായി നടത്തി, എൻ്റെ കുടുംബത്തെ ഭരിക്കാൻ നോക്കുന്ന ദുഷ്ടന്റെ പ്രോഗ്രാം, ആ ചങ്ങല കർത്താവ് ഒന്ന് പൊട്ടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? എൻ്റെ കർത്താവ് എൻ്റെ കുടുംബത്തിൽ ആധിപത്യം നടത്തിക്കൊണ്ട് ദുഷ്ടാധിപത്യത്തിൻ്റെ ചങ്ങല പൊട്ടിക്കണമെന്ന് താല്പര്യമുള്ളവരെല്ലാം കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. അവനെ അറിയാം, നമുക്ക് അവനെ അറിയിക്കാം, നമുക്ക് അവനെ അനുഭവിക്കാം. ഇന്ന് 3ാമത്തെ പോയിന്റ് അനുഭവിക്കാൻ പോകുകയാണ്. 3ാമത്തെ പോയിന്റ് നമ്മൾ അറിയിക്കുകയല്ല, അനുഭവിക്കാൻ പോകുകയാണ്. താല്പര്യമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. താല്പര്യമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഇന്ന് രാത്രി നമ്മൾ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ധൈര്യമായി പറയാം, എൻ്റെ കർത്താവ് പൂർണ്ണ ആധിപത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ആധിപത്യം ഏറ്റെടുത്തു എന്ന കാര്യം ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഓഫീസുകളുടെ മേൽ, ശരീരത്തിൻ്റെ മേൽ റുഡാന സൈഡല ഭഗതല ദൈഡല വലിയ ദുഷ്ടാധിപത്യം നടത്തുന്ന ആധിപത്യത്തിൻ്റെ വലിയ തേർവാഴ്ച എൻ്റെ തമ്പുരാൻ കുത്തിട്ട് വലിയ വിടുതൽ അയക്കുമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ച് പറ, എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾ എൻ്റെ കർത്താവ് അയക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ഏറ്റെടുത്താണ്. എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾ. ആമേൻ, ആമേൻ, ആമേൻ. അസാധാരണ അത്ഭുതമെന്ന് ബൈബിളിൽ ഒരൊറ്റ സ്ഥലത്ത് എഴുതിയിട്ടുള്ളൂ. 18 വിധ അത്ഭുതങ്ങൾ ബൈബിളിലുണ്ട്. 18 വിധത്തിൽ അത്ഭുതങ്ങൾ ഏറെയാണ്, അത് 18 വിധമാണ്. അതിലൊന്നാണ് അസാധാരണ അത്ഭുതം. എൻ്റെ കർത്താവ് ആധിപത്യം ഏറ്റെടുത്താൽ ദുഷ്ടന്റെ ആധിപത്യത്തിന് അറസ്റ്റ് നൽകുമെന്ന് ഉറപ്പുള്ളവർ ശക്തമായി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. ഇന്ന് അത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഇത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ.
റൂഡാബാല ബാല ഭക്ഷ്യാര ഹംദല മകതല മകടാമകതൽ കൈഡാജാന പ്രബംബാന പ്രൗഢാജാന ജൈഡാജാന. പ്രതാപമേറിയവനെ അറിയുക, അവന്റെ പ്രതാപത്തെ പ്രസ്താവിക്കുക, അത് അനുഭവമാക്കുക. ജൂഡാമന്ന റഗന്തൽ പ്രൗഢല മകട മകതൽ കൈഡ. ഇന്ന് രാത്രി അത് അനുഭവമാക്കണമെന്ന് ആഗ്രഹമുള്ളവർ നിങ്ങളുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. നിങ്ങൾ ഏത് കാര്യത്തിലാണ് പ്രതാപം ദൈവത്തിൻ്റെത് അറിയണമെന്ന് അതിനുവേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചാട്ട്. എൻ്റെ കുടുംബത്തിലെ ഇന്ന വിഷയത്തിന് കർത്താവേ അങ്ങയുടെ പ്രതാപം ഒന്ന് കാണണം. എൻ്റെ ചർച്ചിനോട് ബന്ധപ്പെട്ട് അങ്ങയുടെ പ്രതാപം ഒന്ന് കാണണം. ഞങ്ങൾക്കത് അനുഭവമാകണം, ഞങ്ങൾക്ക് അനുഭവമാകണം. ഇന്ന് അനുഭവമാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാണ്. തീരാത്ത ചില രോഗങ്ങൾ ആ കെട്ട് പൊട്ടിച്ചുകൊണ്ട്, ആ ചങ്ങല പൊട്ടിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രതാപം ഇന്ന് രാത്രി വെളിപ്പെടുത്താൻ കൈ നീട്ടുമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ. ശരംദൽ പ്രൗഢല മകടമകടമകദശ് റബ്തൽ പുടാനക ജഗദലം ദിവി കയ്യശ് റംബ പബാബാബാബാബാലാക്ഷിയർഷ്. ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. എൻ്റെ കർത്താവ് ഇന്ന് രാത്രി ആ പ്രതാപം വെളിപ്പെടുത്തുവാൻ, എൻ്റെ ജീവിതത്തിൽ അനുഭവമാക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവരെല്ലാം ഡിവൈസ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയണ്ടേ? അങ്ങനെയുള്ളവരെല്ലാം പ്രാർത്ഥനയിൽ സഹകരിച്ചാട്ടെ. നിങ്ങളുടെ ഡിവൈസ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്, അനുഭവമാക്കാൻ പോകുകയാണ്, അനുഭവമാക്കാൻ പോകുകയാണ്. അനുഭവമാക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചാട്ടെ. എന്റെ ദൈവത്തെ അറിവാൻ ഉത്സാഹിക്കുക. അറിയുന്തോറും അവന്റെ പ്രതാപം മനസ്സിലാക്കുകയാണ്. ആ പ്രതാപം അറിയുന്തോറും പ്രസ്താവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസ്താവിക്കും തോറും അത് അനുഭവമാക്കാൻ കൊട്ടാരത്തിൽ ഊണ് തന്നിരിക്കുക. അനുഭവമാക്കാൻ കൊട്ടാരത്തിൽ ഊണ് തന്നിരിക്കുക. അനുഭവമാക്കാൻ 110 അടി ഇതാ വലിയ വിഗ്രഹത്തെ കൊണ്ട് നിർത്തിയിരിക്കുക. എൻ്റെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ അത് നൽകുമെന്ന് ഉറപ്പുള്ളവർ അനുഭവമാക്കാൻ തീച്ചുള തന്നിരിക്കുക. 120 രാജ്യങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ പ്രതാപം അറിഞ്ഞു എന്ന കാര്യം അറിയുന്നവർ ശക്തമായി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. 120 രാജ്യങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ പ്രതാപം അറിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ പ്രതാപം അറിഞ്ഞിരിക്കുകയാണ്. ശരംദൽ പൂടബാലക്ഷിയാരകസ്. ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. നമ്മുടെ തലകളെ വണക്കിക്കൊണ്ട് ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് അടുത്തൊരു ദൂത് കൂടെ പറഞ്ഞ് ഞാൻ ഈ വാക്കുകൾ നിർത്താം. 1 അറിയുക, 2 അറിയിക്കുക, 3 അനുഭവമാക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ്, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ രാത്രി അനുഭവമാക്കാൻ, ആ പ്രതാപത്തിൻ്റെ പ്രതാപ പ്രദർശനം അനുഭവമാക്കാൻ കൊതിച്ച് കൈകൾ ഉയർത്തി അങ്ങയിലേക്ക് ഉറ്റു നോക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാഥ ഈ രാത്രി തന്നെ എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾ അയച്ച് വിടുവിക്കുന്ന ദൈവത്തിനായി സ്തോത്രം. ചുരബബഭക്ഷിയാരേഷ്. ചില രോഗങ്ങളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. 38 കൊല്ലത്തെ രോഗത്തെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. 18 കൊല്ലത്തെ രോഗത്തെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്.
ഉടംദൽ ക്രൗണ്ടൽ അപകട ബഗദൽ കൈഡ റിജംബവാര ഭക്ഷവാര റംദാജാല ദൈഡാജാല റീബലഭക്ഷല മണ്ഡലഭട്ടൽ കൗണ്ടാചാര റിബംബവാന ജൈഡാജാല റുസ്തജനംദൽ പ്രൗഢലപകട റംബപക്ഷ പടവൽ കൈഡ റിബംബവാന ദൈഡാജാല റൈഡിനി ഖൈഡസ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. കർത്താവ് അയച്ചിരിക്കുന്ന വിടുതൽ ഞങ്ങൾ വിശ്വാസത്താൽ ഏറ്റെടുക്കുകയാണ്. ഈ രാത്രി ഞങ്ങൾ വിശ്വാസത്താൽ ഏറ്റെടുക്കുകയാണ്. അതങ്ങനെ തന്നെ സംഭവിക്കുന്നതിനാൽ നന്ദി കർത്താവ്, നന്ദി കർത്താവ്, നന്ദി കർത്താവ്. ഞങ്ങൾ ഒന്നിച്ച് അതേ കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് സന്തോഷിക്കുകയാണ്. ദൈവം കർത്താവിൻ്റെ നാമമഹത്വം എടുക്കേണ്ടതിന് പ്രവർത്തിച്ചതിനാൽ ദൈവമേ അങ്ങേക്ക് മഹത്വം മുഴുവൻ ഞങ്ങൾ അർപ്പിക്കുകയാണ്. അങ്ങേക്ക് മഹത്വം മുഴുവൻ ഞങ്ങൾ അർപ്പിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇനി നാലാമത്തെ ഭാഗത്തേക്ക് ഞാൻ കയറുകയാണ്. ഒന്നാമത്തേത് രാജാവിനെ അറിയുക എന്നതാണ്. രണ്ടാമത്തേത് രാജാവിനെ അറിയിക്കുക എന്നതാണ്. രാജാവിനെ കുറിച്ച് ലോകത്തോട് അറിയിക്കുക. മൂന്നാമത്തേത് അനുഭവമാക്കുക എന്നതാണ്. നാലാമത്തേത് ഇനി ഒടുക്കം നമുക്കൊരു കാര്യം ചെയ്യാം, പ്രതിഫലം കൈപ്പറ്റാം. രാജാവിൽ നിന്ന് പ്രതിഫലം കൈപ്പറ്റാൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? രാജാവിൽ നിന്ന് പ്രതിഫലം കൈപ്പറ്റാൻ. ഇവിടെ എൻ്റെ വീട് താമസിക്കുന്നിടത്ത് നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്താണ് മണ്ണുത്തിയിലെ ഒരു യൂണിവേഴ്സിറ്റി ഉള്ളത്. അതിന് തൊട്ടടുത്തൊരു ചർച്ചുണ്ട്, അവിടെ ചെറിയൊരു ബൈബിൾ കോളേജുണ്ട്. ആ ബൈബിൾ കോളേജിൽ ഞാൻ പഠിപ്പിക്കുമായിരുന്നു. ആ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ആൻ്റണി എന്ന് പറഞ്ഞൊരു ചെറുക്കൻ അവിടെ വന്ന് പഠിച്ചു. തീരെ ചെറുക്കനല്ല, 40-48 വയസ്സുള്ള ചെറുക്കനാണ് കേട്ടോ. ഇപ്പം 55 വയസ്സ് മറ്റുണ്ട്. അന്ന് പഠിക്കുമ്പോഴത്തെ കാര്യം പറയുന്നത്. പക്ഷെ അവനൊരു ഗുണമുണ്ട്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അവൻ്റെ ഗുണം എന്തെന്ന് ചോദിച്ചാൽ, ക്ലാസ് കഴിഞ്ഞാൽ മണ്ണുത്തി ഒരു ടൗണാണ്. ആ ടൗണിലെ എല്ലാ കടകളിലും ചെന്ന് മുതലാളിമാരോട് സുവിശേഷം പറയും. അവനിപ്പുറത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മുതലാളി കേൾക്കോ കേൾക്കില്ല വിഷയമല്ല, അവൻ പറയും. അപ്പോൾ ഒരു കത്തോലിക്ക സഹോദരനായ മുതലാളി പറഞ്ഞു, എൻ്റെ ആൻ്റണി, നീ പറയുന്നൊന്ന് കേട്ട് നിൽക്കാൻ എനിക്ക് നേരമില്ല. എനിക്ക് 100 കൂട്ടം പണികളുണ്ട്. നിനക്കറിയില്ലേ, പൈസ മേടിക്കണം, പൈസ കൊടുക്കണം, അതൊക്കെ നീ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റും. നീ വേണേ പറഞ്ഞോ, പക്ഷെ എനിക്ക് നേരമില്ല. അപ്പം ആൻ്റണി പറഞ്ഞു, മുതലാളി, ഞാൻ വീട്ടിൽ വന്ന് പറയാൻ അവസരം ഉണ്ടാക്കരുത് കേട്ടോ. എല്ലാവരും കേട്ടില്ലല്ലേ? ഞാൻ വീട്ടിൽ വന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കരുത് കേട്ടോ മുതലാളി. ഞാനിപ്പോൾ എല്ലാവരും കാണുക ബൈബിൾ പിടിച്ചുകൊണ്ട് ഇതാ മുതലാളിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇനി വീട്ടിൽ വന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കരുത്. നീ പോടാ ചെറുക്ക, നിന്റെ ഒരു വീട്ടിൽ വന്നിട്ടുള്ള ഇടപാട്. അടുത്ത ആഴ്ചയിൽ മുതലാളി ആശുപത്രിയിലായി. കേൾക്കണം. അപ്പം അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന കുറേ പേരവിടെ ഉണ്ടായിരുന്നു. ഈ ചെറുക്കൻ നേരെ ആശുപത്രി ചെന്നു. മുതലാളി ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ പോകണമെങ്കിൽ ആശുപത്രിയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ എന്നെ അനുവദിക്കണം. അവൻ്റെ വിദ്യാഭ്യാസം അത്രയേ ഉള്ളൂ, അതനുസരിച്ച് അവൻ പറയുന്നത്. അപ്പോൾ മുതലാളിക്ക് മനസ്സിലായി അവൻ വിദ്യാരഹിതനാണെങ്കിലും പ്രതാപമുള്ള രാജാവിൻ്റെ കൂടെയാണ് അവൻ എന്ന കാര്യം മുതലാളിക്ക് മനസ്സിലായി. നല്ല എഡ്യൂക്കേറ്റഡ് ആയ മുതലാളി പറഞ്ഞു, എൻ്റെ ആൻ്റണി എന്ന് കേൾക്കണം. നിങ്ങൾ എല്ലാവരും കേൾക്കാൻ പറയും ആശുപത്രിയിൽ, എൻ്റെ ആൻ്റണി, എൻ്റെ തലയെ കൈവച്ച് നീ ഒന്ന് പ്രാർത്ഥിക്കും മനസ്സോടെ, എനിക്കൊന്ന് വിടുതൽ കിട്ടട്ടെ എന്ന്. ഇതല്ലേ മുതലാളി ഞാൻ കടയിൽ വെച്ച് പറഞ്ഞത്? ഇപ്പൊ മനസ്സിലായോ? 364 ദിവസം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നമ്മൾ മുഖാന്തരം ആയിരങ്ങൾ വിടുതൽ അനുഭവിക്കേണ്ടതുണ്ട്. അതനുഭവിക്കുമ്പോൾ നമ്മൾ ആ വിടുതലിലല്ല സന്തോഷിക്കേണ്ടത്, അതിൻ്റെ പുറകിൽ ദൈവം നമുക്ക് തരാൻ പോകുന്ന പ്രതിഫലം കണ്ടാ സന്തോഷിക്കേണ്ടത്. നമുക്കുള്ള പ്രതിഫലം തള്ളിക്കളയാത്ത ധൈര്യമുള്ളവർ എത്ര പേരുണ്ട്? അത് ഏറ്റുവാങ്ങാൻ തയ്യാറുള്ളവർ എല്ലാവരും ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. ആ പ്രതിഫലം ഒന്ന് ഏറ്റുവാങ്ങാൻ ഹൃദയമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിക്കാം.
നല്ലൊരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞ് ആരാധിക്കും. എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരാള് സുദീർഘ ദൂരെ യാത്ര ചെയ്തിട്ട് ഒരു സമ്മാനം എനിക്ക് കൊണ്ടുവന്നതാണ് ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ എത്രയോ വിലയേറിയ പേന എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് അറിയാമോ? 25,000 രൂപ വിലയുള്ള പേനയ്ക്ക് എനിക്ക് കിട്ടി. ഒന്നും എൻ്റെ വീട്ടിൽ വെച്ചില്ല. പക്ഷെ ഈ പേന എൻ്റെ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുക. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? കാരണം ഈ സമ്മാനം തന്ന ആളുടെ ഹൃദയമാണിത്. ഇതിന്റെ വിലയല്ല കാര്യം. ഇത് 1.5 രൂപ 2 രൂപ കൊടുത്താൽ കിട്ടും. ആർക്കറിയാം? അല്ലെങ്കിൽ 3 രൂപ കൊടുത്താൽ കിട്ടും. പക്ഷേ ഞാനിത് കാണുമ്പോൾ ആ ഹൃദയത്തിൻ്റെ അകത്തെ വലിയ സന്തോഷമാണ് ഞാൻ കാണുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എൻ്റെ രാജാവ് തരാൻ പോകുന്ന പ്രതിഫലം രാജാവിൻ്റെ പ്രതാപത്തിനനുസരിച്ചാണെങ്കിൽ അതൊന്ന് കണ്ടുകൊണ്ട് ആനന്ദിക്കാൻ ഹൃദയമുള്ളവർ ശക്തമായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഒന്ന്, അവനെ അറിയുവാൻ ഉത്സാഹിക്കുക. 2, അവനെ അറിയിക്കാൻ ഉത്സാഹിക്കുക. 3, ആമേൻ, അനുഭവമാക്കാൻ ഉത്സാഹിക്കുക. 4, പ്രതിഫലം വാങ്ങാൻ ഉത്സാഹിക്കുക. എടുക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. നമ്മുടെ 4ാമത്തെ പോർഷനിലേക്ക് ഇറങ്ങുകയാണ്. വായിച്ചാട്ട്. എബ്രായർ 10:32. എല്ലാവരും ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളുമായി തീർന്നതും. ആ വാക്ക് എത്ര പേർ ശ്രദ്ധിച്ചു? കൂത്തുകാഴ്ചയായി ഭവിക്കുക എന്ന്. അതിന്റെ ഹിസ്റ്റോറിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ 11:25 തീരില്ല. എങ്കിലും ഒരു ചെറിയ വാക്ക് മാത്രം പറയാം. രാജാവ് നാടകം കാണാൻ വേണ്ടി രാജാവ് കൽപ്പിച്ച കൽപ്പന അനുസരിച്ച് വിശ്വാസികളായ ഭർത്താക്കന്മാരെ കൊണ്ടുവന്ന് മെഴുകുശീല പോലെ ഒന്ന് ചുറ്റി ഇരുമ്പ് തൂണിന്മേൽ കെട്ടി നിർത്തി അത് കത്തിച്ച് അതിൻ്റെ വെളിച്ചത്തിലാണ് രാജാവും പ്രജകളും നാടകം കാണുന്നത്. ആ സമയത്ത് അവരുടെ സഹോദരിമാരെ പട്ടാളക്കാർ ചെന്ന് അപമാനിച്ച് കൂത്തുകാഴ്ചയായി ഭവിക്കുകയാണ്. ആ രംഗം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ കൂത്തുകാഴ്ചയായി ഭവിക്കുന്ന സമയത്ത് അക്കാര്യം പരിശുദ്ധാത്മാവിൽ അറിഞ്ഞ പൗലോസ് എഴുതുകയാണ്. ആ വാക്യം ഇനി വായിച്ചാട്ട്. ഈ വലിയ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് വായിക്കാം. നമുക്ക് വായിക്കാം. നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും. നിന്ദയും പീഡയും, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. നിന്ദയും പീഡയും ചേർന്ന് കൂത്തുകാഴ്ചയായി ഭവിച്ചു. എന്നിട്ട് വായിച്ചാട്ടെ. ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. അപ്പൊ വലിയൊരു സമൂഹത്തിന് കൂട്ടാളികളുമായി തീർന്നു. അടുത്ത വാക്ക്. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച 17 യുദ്ധങ്ങളിൽ ഒരു യുദ്ധം ഇതാണ്. കഷ്ടങ്ങളാലുള്ള പോരാട്ടമാണ് ഒരു യുദ്ധം. ആമേൻ, ആമേൻ. കഷ്ടങ്ങളാലുള്ള പോരാട്ടമാണ് ഒരു യുദ്ധം. അത് ശാലോം അപ്പോസ്തലിക അസംബ്ലിയിൽ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എവിടെയാ ഞാൻ പറയുക ആ യുദ്ധം? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യുദ്ധങ്ങൾ ഇവിടെയല്ലേ പഠിപ്പിച്ചത്? ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ആ പോരാട്ടം വരുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെ വരണം? നമ്മുടെ മനസ്സ് എവിടെ കേന്ദ്രീകരിക്കണം? വായിക്കാം. താഴോട്ട് വായിച്ചാട്ടെ വേഗം. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞ് അപ്പൊ അറിയണം എന്നതിന്റെ കാരണം അറിഞ്ഞാലുള്ള നീക്കങ്ങൾ വ്യത്യാസമുണ്ട്. ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? നമ്മൾ അറിയണമെന്ന് ബൈബിൾ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. കൃപാവരങ്ങളെ കുറിച്ച് അറിയണം, ദൈവത്തെക്കുറിച്ച് അറിയണം, ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് അറിയണം, ശക്തിയെക്കുറിച്ച് അറിയണം. അങ്ങനെ അറിയണമെന്ന് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. താഴത്തെ വാക്യത്തിലേക്ക് വരാം, നമ്മുടെ വിഷയത്തിലേക്ക്. ഓടി ഒന്ന് വന്നാട്ടെ. എന്നറിഞ്ഞ സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം ഒരു ഹല്ലേലൂയ എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ.
നമ്മുടെ പ്രതിഫലത്തിന്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞേ മഹാപ്രതിഫലമുള്ള ധൈര്യം. ആ ധൈര്യമുള്ളവരെല്ലാം ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞ് ആരാധിച്ചാണ്. ഞാൻ ഒരു വാക്കൊന്ന് പറയുമ്പോൾ ആർക്കും വിഷമം തോന്നരുത്. 364 ദിവസം ഇതാ തീരുകയാണ്. കുറഞ്ഞ മിനിറ്റുകൾ കഴിയുമ്പോൾ 364 ദിവസം തീരുകയാണ്. അപ്പോൾ അവൻ അറിയാൻ ഉത്സാഹം കാണിച്ചവർ, അറിഞ്ഞിട്ട് യേശുവിനെ അറിയിച്ച് അതിൽ ഉത്സാഹം കാണിച്ചവർ, അറിയിച്ച ശേഷം അവൻ്റെ പ്രതാപം അനുഭവിച്ചവർ. പ്രതാപം അനുഭവിക്കുമ്പോൾ വലിയ പ്രതികൂലങ്ങളുണ്ട്. അങ്ങനെയുള്ളവർ അടുത്ത സ്റ്റെപ്പ് അറിയണം. മഹാപ്രതിഫലം എന്നെ കാത്തു നിൽക്കുന്നുണ്ട്. 364 ദിവസത്തെ എൻ്റെ ചരിത്രത്തിലെ പ്രതിഫലം എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടെന്ന അറിവ് ഉള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചാണ്. എ ഗ്രേറ്റ് അവാർഡ് ആൻഡ് എ ഗ്രേറ്റ് റിവാർഡ് ഈസ് വെയിറ്റിംഗ് ഫോർ മീ എന്ന അറിവുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. അറിവുള്ളവർ എത്ര പേരുണ്ട്? ഒരു വലിയ അവാർഡ്, ഒരു വലിയ റിവാർഡ് എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടെന്ന് വലിയ അറിവുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. ആഫ്രിക്കയിൽ 23 വർഷം ശുശ്രൂഷിച്ച ശേഷം കപ്പൽ വഴി വന്ന് ഇതാ കരയ്ക്കിറങ്ങി. ആ ഇറങ്ങിയപ്പോൾ അദ്ദേഹം കണ്ടത് അവിടെ അമേരിക്കയുടെ പ്രസിഡന്റ് വന്ന് ആ കപ്പലിൽ തന്നെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിക്കാൻ ഒത്തിരി പേര് വന്നിരിക്കുന്നു, സൈനികരെല്ലാം. പക്ഷെ ഇവനെ സ്വീകരിക്കാൻ ഒരാൾ പോലും വന്നിട്ടില്ല. അപ്പോൾ ഇറങ്ങി നിന്ന് ഈ ഉപദേശി കൈകൾ മലർത്തി ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, 24 കൊല്ലം നിനക്ക് വേണ്ടി ആഫ്രിക്കയിൽ ശുശ്രൂഷിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ ഒരാൾ പോലും എന്നെ സ്വീകരിക്കാനില്ല. പക്ഷെ പെട്ടെന്ന് അവൻ പരിശുദ്ധാത്മാവിലായി. ആത്മനിറവിൽ ദൈവാത്മാവ് അവനോട് ഇടപെട്ടു. നിന്നെ സ്വീകരിക്കാൻ ഇവിടെ തൊട്ടടുത്ത് ഞാൻ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോയോ? ആമേൻ, ആമേൻ. പെട്ടെന്ന് അവൻ ആത്മാവിലായി. ആത്മനിറവിൽ എഴുതാൻ തുടങ്ങി. ആത്മനിറവിൽ മനസ്സിൽ അവൻ എഴുതാൻ തുടങ്ങി. വലിയ ചിത്രങ്ങൾ എഴുതാൻ തുടങ്ങി. അവൻ ഇരുന്ന് സന്തോഷിച്ചു. അവിടെ ആ മണലിലിരുന്ന് നിങ്ങൾ കേൾക്കുക, അല്പനേരം പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ചു. അവനോട് ദൈവാത്മാവ് ഇടപെട്ടു. ഈ പ്രസിഡന്റ് സ്വർഗത്തിൽ വരില്ല, പക്ഷെ നീ സ്വർഗത്തിൽ വരും. മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് മഹാപ്രതിഫലം വാങ്ങും. അന്ന് ഈവൻ പാതാളത്തിലായിരിക്കും. നീ എൻ്റെ കൂടെ വന്ന് മഹാപ്രതിഫലം വാങ്ങും. അത് വേണോ ഇത് വേണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ കൈകൾ മലർത്തി പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു, ദൈവമേ, എനിക്കത് മതി, എനിക്കത് മതി. എങ്കിൽ ഈ വർഷത്തിന്റെ അവസാനത്തിൽ മഹാപ്രതിഫലമുള്ള രാജാവിന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം വാങ്ങണമെന്ന വലിയ ആഗ്രഹമുള്ളവരെല്ലാം ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട് മഹാപ്രതിഫലം ഏറ്റുവാങ്ങണം, മഹാപ്രതിഫലം ഏറ്റുവാങ്ങണം. എൻ്റെ വാക്കുകൾക്ക് ഞാൻ ദീർഘം വയ്ക്കുകയല്ല. ഒരേ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നിർത്തട്ടെ, നമുക്ക് മനസ്സിൽ എഴുതി വയ്ക്കാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അടുക്കിന് നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. ഒന്ന്, ദൈവത്തെ അറിയാനുള്ള ഉത്സാഹം. ദൈവത്തെ ഉത്സാഹത്തോടെ നമുക്ക് അറിയാം. 2, ദൈവത്തെ ഉത്സാഹത്തോടെ നമുക്ക് അറിയിക്കാം. 3, ദൈവത്തിൻ്റെ അരികിലേക്ക് ഉത്സാഹത്തോടെ ജനത്തെ കൊണ്ടുവരാം. 4, അനുഭവമാക്കാം. അതോടൊപ്പം തന്നെ അടുത്ത ഭാഗത്തേക്ക് കൂടെ കടന്നു പറയുകയാണ്. പറഞ്ഞു വന്ന സ്റ്റെപ്പുകൾ അതായിരുന്നു. പ്രതിഫലം വാങ്ങാം. ഇത്രയും കാര്യങ്ങളിലേക്ക് ഇന്ന് കയറി വരാൻ കഴിഞ്ഞ എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി ദൈവം അയച്ച വിടുതലിനായി നന്ദി പറയാൻ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്തോത്രം പറഞ്ഞാട്ട്. എൻ്റെ രാജാവ് തൻ്റെ പ്രതാപത്തിൽ എനിക്ക് എൻ്റെ അയച്ച ആ വിടുതൽ വിശ്വാസത്താൽ ഞാൻ ഏറ്റെടുക്കുന്നു എന്നുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. സകല മഹത്വം അങ്ങേക്ക്. ശാലോം അപ്പോസ്തലിക് അസംബ്ലി ഈ വർഷം എന്നോട് കാണിച്ച എല്ലാ ദയാസ്നേഹ കൂട്ടായ്മകൾക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളും നന്ദിയും ഒരുമിച്ച് സഭയോട് അറിയിച്ചുകൊണ്ട് തൽക്കാലം കുത്തിടുന്നു. ഞാൻ പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് അടുത്ത മീറ്റിങ്ങിലേക്ക് കയറുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. നമുക്ക് അവനെ അറിയാം, അവനെ അറിയിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന കരങ്ങളെ അടിച്ചൊരു അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകടൻ നമ്മുടെ
നമ്മുടെ ആദികൾ തീർന്നിടുവാൻ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാവട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനിതിൽ ദൂതരുമായി വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനിതിൽ ദൂതരുമായി പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ തൻ തിരുനാമത്തിനാൽ മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ തൻ തിരുനാമത്തിനാൽ മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ തിരുസന്നിധി ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ തിരുസന്നിധി ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഗീതം ചേർന്ന ഓ വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഗീതം പരിപൂർണമായി ദൈവിക രാജ്യം ഇപ്പാരിലും സ്ഥാപിതമാക്കിയിടുവാൻ പരിപൂർണമായി ദൈവിക രാജ്യം ഇപ്പാരിലും സ്ഥാപിതമാക്കിയിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ കാലമെല്ലാം കഴിയും ഇന്നു കാണുന്നതെല്ലാം കഴിയും കാലമെല്ലാം കഴിയും ഓ ഇന്നു കാണുന്നതെല്ലാം കഴിയും പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയും പ്രത്യാശയോടെ പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയും പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ 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 ഹല്ലേലൂയ ഉടവല പൂണ്ടാരെ വിഗാത
തലവികതേരി വിശുദ്ധാരാ തലവികതേരി ഖാബാ. ഹല്ലേലൂയ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രാജാവേ